Hi dear students, welcome to M Sigma 0 to Infinity Batch. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പറയാം. ഓക്കെ, സൂപ്പർ കണ്ടക്ടേഴ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഓക്കെ, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, സൂപ്പർ കണ്ടക്ടർ എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കും. സൂപ്പർ കണ്ടക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മേസ്നർ എഫക്റ്റ്. എന്താണ് മേസ്നർ എഫക്റ്റ് പഠിപ്പിക്കും. ഓക്കെ, മേസ്നർ എഫക്റ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ. ഓക്കെ, ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ, സെമി കണ്ടക്ടർ അല്ല സൂപ്പർ കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടർ. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം BCS തിയറി. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന പോർഷൻസിൽ വരുന്നത്. ഇനി നിങ്ങൾ എക്സാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂപ്പർ കണ്ടക്ടേഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എല്ലാം തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി, അല്ല എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ്, എക്സ്പ്ലെയിൻ മെസ്സനർ എഫക്റ്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്, എന്താണ് BCS തിയറി. അപ്പോൾ ഇങ്ങനെ തിയറിറ്റിക്കൽ പോർഷൻസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ് വരുന്നത്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഫസ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ആദ്യം സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഈ കണ്ടക്ടർ എന്ന് പറയാം. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ, ഞാനൊരു കണ്ടക്ടർ എടുത്തു. നിങ്ങൾക്കറിയാം ഒരു മെറ്റീരിയൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്, ആറ്റം ആണ് അല്ലെ. ഒരുപാട് ആറ്റംസ് ചേർന്നിട്ടാണ് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, ആറ്റത്തിൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. പക്ഷേ ഈ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ ഇവൻ എന്ത് ചെയ്യും, ആ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ നിന്ന് പുറത്തു വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ആറ്റം എന്താണെന്ന് അറിയാം, ഫ്രീ ഇലക്ട്രോൺസ് എന്താണെന്ന് അറിയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടോ, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ ആറ്റംസും ഉണ്ടായിരിക്കും, ആറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രീ ഇലക്ട്രോൺസിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിൽ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇത് റാൻഡം ആയിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യാൻ പോവാണ്. അതായത് ഒരു വോൾട്ടേജ് കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണ് വോൾട്ടേജ്, ആ വോൾട്ടേജിന്റെ വാല്യൂ എത്രയാണ്, V ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ എന്ത് ചെയ്യും, ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. ഓപ്പോസിറ്റ് സാധനങ്ങൾ അട്രാക്ട് ചെയ്യും. ഓക്കെ, സെയിം ഒരു പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, റിപ്പൽഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്, നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ബാറ്ററിയുടെ പോസിറ്റീവ്, ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ. നീളം കൂടിയത് എന്താണ്, പോസിറ്റീവ്. ഓക്കെ, നീളം കുറഞ്ഞ എന്താണ്, നെഗറ്റീവ് ടെർമിനൽ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പോസിറ്റീവ് ടെർമിനലും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് വരും, അട്രാക്ഷൻ വരും. അതായത് ഈ ഇലക്ട്രോൺസിനെ ഇവൻ എന്ത് ചെയ്യും, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്യും. ഇവിടെ ഇരിക്കുവാണോ, ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ഇവിടെ കൂട്ടി വെച്ചേക്കാണോ ചെയ്യുന്നത്, ഇവിടെ നിന്ന് വലിച്ച് എനർജി കൊടുത്ത് നേരെ ഇവിടെ എത്തിക്കും. അതുപോലെ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺസുകളെല്ലാം വലിച്ച് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ചുരുക്കി പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ ദിസ് ബാറ്ററി ആൻഡ് ഗിവൻ ടു ദാറ്റ്. അതായത് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു കണ്ടോ, ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു കണ്ടോ. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചു എന്ത് പറയും, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് പറയും. എങ്ങനെയാ പറയുന്നത്, ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഇലക്ട്രോൺസ് എങ്ങനെയാണ് പോകുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കറണ്ട് ഏതായിരിക്കും, ഓപ്പോസിറ്റ് ടു ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ആ കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, I എന്ന് വിളിക്കാം. കൊടുത്ത വോൾട്ടേജ് എന്ത് വിളിക്കാം, V എന്ന് വിളിക്കാം. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടക്ടറിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് Vയും അതിലൂടെ പോകുന്ന കറണ്ട് I ആണെങ്കിൽ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആണല്ലോ. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഏത് ലോ, ഓംസ് ലോ. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം, വോൾട്ടേജ് ബൈ കറണ്ട്, കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടക്ടർ എടുത്തു, നിങ്ങളൊരു വോൾട്ടേജ് കൊടുത്താൽ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടായി. പക്ഷെ ഇവിടെ എന്താണ് റെസിസ്റ്റൻസ്, ആ വേർഡ് തന്നെ ഉണ്ട് അല്ലേ, ഒപ്പോസിഷൻ ടു ദ കറണ്ട് ഫ്ലോ. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിന് എതിരുള്ള ഒപ്പോസിഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വോൾട്ടേജ് കൊടുത്താൽ അവിടെ എന്തുണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യാൻ ഒരു ഒപ്പോസിഷൻ ഉണ്ട് അല്ലെ. ആ കണ്ടക്ടറിന് എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു നോർമൽ കണ്ടക്ടർ. ഒരു കണ്ടക്ടർ എടുക്കുന്നു, നിറയെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഇങ്ങനെ ബാറ്ററി വലിച്ച് ഇങ്ങനെ വലിച്ച് വെക്കോ, ഇങ്ങനെ വലിച്ച് വെക്കോ, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് കയറി ഇങ്ങനെ ഇറങ്ങുന്നു. അതിന് അപ്പോൾ ഇത് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒപ്പോസിഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ചില ആൾക്കാർ അങ്ങനെയാണ്, നമ്മൾ പിടിച്ച് വലിച്ചിങ്ങ് വിടാൻ, നമ്മളൊന്ന് നന്നാക്കാൻ ശ്രമിച്ചാൽ അവരെന്ത് ചെയ്യില്ല, ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇവിടെ നിന്ന് ഇലക്ട്രോൺസിനെ വലിച്ച് ഇങ്ങോട്ട് വിടുമ്പോൾ ഇവൻ എന്ത് കാണിക്കുന്നുണ്ട്, ഒരു ഒപ്പോസിഷൻ കാണിക്കുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി.
അപ്പോൾ കണ്ടക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നൗ വി ആർ ഡീലിംഗ് വിത്ത് സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ അതുള്ളല്ലോ സൂപ്പർ കണ്ടക്ടർ. സാധാരണ നമ്മൾ കണ്ടക്ടറിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, കണ്ടക്ടർ ആണെന്ന് എങ്ങനെയാണ് പറയുന്നത്, കണ്ടക്ടിവിറ്റി വെച്ചിട്ട് അല്ലേ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം കറണ്ടിനെ കടത്തിവിടുന്നു അല്ലേ, അല്ലെങ്കിൽ എത്രത്തോളം കറണ്ടിനെ കടത്തി, ഇതാണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത് അല്ലേ. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും, കൂടും അല്ലേ. കാരണം എന്താ ഒരുപാട് ആൾക്കാരാണെങ്കിൽ പിടിച്ച് വലിച്ച് നേരെ ഇങ്ങ് കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കണ്ടക്ടറിനെ നമ്മൾ എങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്ത ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി. പക്ഷെ നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താണ്, സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ നമുക്ക് കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ കണ്ടക്ടർ എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലേ. സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് ഞാൻ ഒരു സിമ്പിൾ ലോജിക്ക് പറയാം. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൂപ്പർ കണ്ടക്ടർ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടക്ടറിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ കറണ്ട് പോവും. ആ കണ്ടക്ടറിന് എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒപ്പോസിഷൻ, കറണ്ട് കടന്നു പോകുന്നതിന് ഒന്ന് തടസ്സപ്പെടുത്തുന്നു. അതാണ് എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്, കൺസിഡർ എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ എടുത്തു. ഏത് മെറ്റീരിയൽ ആണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഞാൻ R എന്ന് വിളിച്ചു. ഓക്കെ, എന്താണ് ആ മെറ്റീരിയലിന്, ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഞാൻ R എന്ന് എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ചൂടാക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക അല്ലേ. നമ്മൾ വെള്ളം ചൂടാക്കാറുണ്ട്, വെള്ളം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ആക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ തണുപ്പിക്കാറുണ്ട്. അതിന് നമ്മൾ എഞ്ചിനീയേഴ്സ് പറയുന്നത് ടെമ്പറേച്ചർ കൂട്ടുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തു, മെറ്റീരിയലിന് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ മെറ്റീരിയൽ ഞാൻ തണുപ്പിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ വെൻ വി ആർ ഡിക്രീസിങ് ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. അതായത് ആ മെറ്റീരിയലിനെ തണുപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മളൊന്ന് മെഷർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ എന്താ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, ടെമ്പറേച്ചറും, വൈ ആക്സിസിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, റെസിസ്റ്റൻസും. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ ഒരു 10 കെൽവിനാണ് ടെമ്പറേച്ചർ, അതായത് 10 കെൽവിനാണ് ടെമ്പറേച്ചർ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട്, ഇത് 0 പൊസിഷൻ കണ്ടോ, ടെമ്പറേച്ചർ നമ്മളിങ്ങനെ കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുക, അതായത് ആ മെറ്റീരിയലിനെ തണുപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ കുറച്ചു, ഇപ്പോൾ 10 കെൽവിനിൽ ഇരിക്കുന്നതിന് നിങ്ങൾ കുറച്ച് ഒരു 4 കെൽവിൻ ആക്കി. അപ്പോഴും റെസിസ്റ്റൻസിൽ വലിയ വേരിയേഷൻസ് ഇല്ല. റെസിസ്റ്റൻസ് എന്താണോ നേരത്തെ കാണിച്ച തടസ്സം തന്നെ അതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് തണുപ്പിച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, എന്താണ് ആ ടെമ്പറേച്ചർ ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തു. ഏതാ, ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോൾ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, പെട്ടെന്ന് കുറഞ്ഞ് 0 ആയി. കണ്ടോ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ. ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിനെ തണുപ്പിച്ചു, ദാറ്റ് ഈസ് വി ആർ ഡിക്രീസിങ് ദാറ്റ് ടെമ്പറേച്ചർ കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ലെറ്റ്സ് സേ ഇതൊരു 4.2 കെൽവിൻ, ഒരു 4.2 കെൽവിൻ എത്തിയപ്പോൾ ഈ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് വേണമെങ്കിൽ ഞാൻ ഇത് റബ്ബ് ചെയ്തിട്ട് പക്ക കറക്റ്റായിട്ട് വരയ്ക്കാം. നോക്കിയേ, ശ്രദ്ധിച്ചേ, ദാ മെറ്റീരിയൽ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചേ, ഇതാ നോക്കിയേ, ദാ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, പെട്ടെന്ന് റെസിസ്റ്റൻസ് കുറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് റെസിസ്റ്റൻസിന്റെ ഫോർമുല അറിയാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ബൈ കറണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ, റെസിസ്റ്റൻസ് എന്തായി, 0 ആയി. അപ്പോൾ നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കറണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, റെസിസ്റ്റൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുകയും നമുക്ക് കണ്ടുപിടിക്കാം ആ സമയത്ത് എന്താണ് കറണ്ട് എന്ന്, വോൾട്ടേജ് ബൈ വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ് വാല്യൂ, റെസിസ്റ്റൻസ് 0 ആയി. അതായത് V by 0, എനി നമ്പർ ഡിവൈഡ് ബൈ 0 എന്ത് കിട്ടും, ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ V ഡിവൈഡ് ബൈ 0 ആണ്, അപ്പോൾ എന്ത് കിട്ടും, ഇൻഫിനിറ്റി കിട്ടും. എന്ന് പറഞ്ഞാൽ കറണ്ട് എന്തായി, ഇൻഫിനിറ്റി. എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു മെറ്റീരിയൽ എടുത്തു, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തു, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോൾ ഇറ്റ്സ് റെസിസ്റ്റൻസ് റെഡ്യൂസ് ടു 0. റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, 0ക്ക് റെഡ്യൂസ്, അതായത് ഒപ്പോസിഷനേ ഇല്ല. അതുകൊള്ളാലോ, ഭയങ്കരമായിട്ട് അത് കണ്ടക്ട് ചെയ്യും അല്ലേ. അതായത് ഒപ്പോസിഷൻ 0, റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ കറണ്ട് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഈ ഒരു ഫിനോമിനൻ എന്ത് വിളിക്കാം, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇപ്പൊ ആ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്തുകൊണ്ടെന്ന് മനസ്സിലായോ, ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വരുമ്പോൾ മെറ്റീരിയൽ എന്തായി മാറും, മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്തായും 0 ആയിട്ട് മാറും, മാക്സിമം കറണ്ട് കടന്നു പോകുന്നു. അതായത് കണ്ടക്ടിവിറ്റി ഇസ് മാക്സിമം. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് എഴുതാമല്ലോ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇത് എഴുതാണ്ട് സംഭവം മനസ്സിലായോ, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ. സൂപ്പർ കണ്ടക്ടർ ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിനെ നിങ്ങൾ തണുപ്പിക്കുകയാണ്, ടെമ്പറേച്ചർ കുറച്ച് വരുന്നു, ഒരു ടെമ്പറേച്ചർ എത്തിയപ്പോൾ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി,
മാക്സിമം കറണ്ട് പോകുന്നു അല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. എന്താണ്, നോട്ടൊന്ന് എഴുതി. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി? കൺസിഡർ എ മെറ്റീരിയൽ with resistance R, okay, resistance R ഉള്ള ഒരു മെറ്റീരിയൽ എടുത്തു, and it is cooled, okay, ബ്രാക്കറ്റിൽ reducing temperature, and for a particular value of temperature, okay, ആ ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ ഞാൻ TC എന്ന് എഴുതി. എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ദ മെറ്റീരിയൽ റെസിസ്റ്റൻസ് റെഡ്യൂസ് ടു എന്താണ്, റെഡ്യൂസ് ടു 0. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതിക്കുക R ഈക്വൽ ടു 0. ദാറ്റ് ഈസ് കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് ബൈ 0 ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ ദ maximum current flows through the circuit, through the material, okay, material, and this phenomenon is called superconductivity. Okay, superconductivity. okay, ഇതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? റെസിസ്റ്റൻസ് 0 ആയി. ഓക്കെ, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇനി നിങ്ങൾ ആലോചിക്കേ, ഈ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് എന്താണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അതിന്റെ പേരാണ്, പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പറഞ്ഞ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഇത്രയും ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് വരയ്ക്കുന്നു ആ മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താണ് റെസിസ്റ്റൻസും, ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണ്, ഇവിടെ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ. അപ്പോൾ കിട്ടുന്ന ഗ്രാഫ് കണ്ടോ, TC എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ വരുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ് 0 ആവുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. നമുക്ക് പക്ഷെ പഠിക്കേണ്ട ടോപ്പിക് എന്താണ്, സൂപ്പർ കണ്ടക്ടർ അല്ലേ. അപ്പോൾ ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ. എന്ത് ഒബേ ചെയ്യണം, ഈ ഫിനോമിനൻ ഒബേ ചെയ്യണം. എന്ത് ഫിനോമിന? സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലേ. അപ്പം നമുക്ക് എഴുതാം, വാട്ട് ഇസ് മീൻ ബൈ സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കണ്ടക്ടർ, ഇറ്റ് ഇസ് എ മെറ്റീരിയൽ വിച്ച് ഒബേ എന്താണ്, വിച്ച് ഒബേ ഏതാണ്, സൂപ്പർ കണ്ടക്ടിവിറ്റി ഫിനോമിന. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കണം വാട്ട് ഈസ് സൂപ്പർ കണ്ടക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി എഴുതുക, എഴുതിയതിനു ശേഷം ഇത് എഴുതുക. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മെർക്കുറി. ഓക്കെ, മെർക്കുറി ആണ് സൂപ്പർ കണ്ടക്ടറിന് എക്സാമ്പിൾ. അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC എന്ന് പറഞ്ഞാൽ 4.2 കെൽവിൻ. കണ്ടോ, 4.2 കെൽവിൻ ആകുമ്പോൾ അതെന്ത് ചെയ്യും, ഫ്രണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം സൂപ്പർ കണ്ടക്ടറിനെ. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഞാനിതാ ഈ ഒരു ഗ്രാഫ് തന്നെ എടുക്കുകയാണ്. നമ്മൾ തൊട്ട് മുമ്പ് വരച്ച ഗ്രാഫ് തന്നെ എടുക്കുകയാണ്. ടെമ്പറേച്ചർ T ഈക്വൽ ടു TC ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ വരെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരുന്നു, റെസിസ്റ്റൻസ് കുറഞ്ഞ് 0 ആയി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. നോക്കിയേ, നമുക്ക് ഇതിനെ ഇവിടെ എന്താണ്, റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമുക്കിത് 2 റീജിയൻസ് എടുക്കാം. ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് നോക്കിയേ, T ഗ്രേറ്റർ ദാൻ TC എന്ന് പറഞ്ഞാൽ ഏത് റീജിയൻ? നിങ്ങൾ പറഞ്ഞേ, ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC. TCയെക്കാളും കൂടുതൽ എന്ന് പറയുന്നത് ഈ റീജിയൻ. ഓക്കെ, T ഗ്രേറ്റർ ദാൻ TC ആണെങ്കിൽ മെറ്റീരിയൽ ഇപ്പോൾ എന്ത് ബിഹേവിയർ ആണ്, മെറ്റീരിയലിന് റെസിസ്റ്റൻസ് ഉണ്ട്, അത് എന്ത് സ്റ്റേറ്റിലായിരിക്കും, നോർമൽ സ്റ്റേറ്റിലായിരിക്കും. ദാറ്റ് ഈസ് ഇഫ് T ഈസ് ഗ്രേറ്റർ ദാൻ TC, മെറ്റീരിയൽ വിൽ ബി ഇൻ നോർമൽ സ്റ്റേറ്റ് അല്ലേ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സർ ഇഫ് T ഈക്വൽ ടു TC ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആകുമ്പോൾ, ഇഫ് T ഈക്വൽ ടു TC ദെൻ മെറ്റീരിയൽ നേച്ചർ എന്താണ്, നോർമൽ സ്റ്റേറ്റ് ആണോ? ഇപ്പോൾ അല്ല. കാരണം എന്താ, അവർ സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഓഫ് ഒബേ ചെയ്യുന്നു. ദാറ്റ് ഈസ് അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആകുന്നു. അപ്പോൾ അത് എന്ത് നേച്ചറാണ്, സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ആയിരിക്കും. ദ മെറ്റീരിയൽ വിൽ ബി ഇൻ സൂപ്പർ കണ്ടക്ടിങ്
സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ് ഇവിടെ ഇപ്പൊ മെറ്റീരിയൽ ഏത് സ്റ്റേറ്റ് ആണ്? നോർമൽ സ്റ്റേറ്റ്. നോർമൽ സ്റ്റേറ്റ്. ദാ ഇവിടെ മെറ്റീരിയൽ എന്ത് സ്റ്റേറ്റ് ആണ്? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് അടുത്ത ടേം പഠിക്കാം. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ? നെക്സ്റ്റ് ടോപ്പിക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും വാട്ട് യു മീൻ ബൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, സാധാരണ നമ്മൾ റെപ്രസെന്റ് ടെമ്പറേച്ചറിന് ടിയും ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ടി സി. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞേ. ദാ ഈ ഗ്രാഫ് നോക്കിയിട്ട് പറഞ്ഞേ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച്, ദാ ഈ ടെമ്പറേച്ചറിൽ വെച്ച് എന്താ സംഭവിക്കുന്നത്? ഒരു മെറ്റീരിയൽ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ട് പോകുന്നു? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ട് പോകുന്നു, അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ മെറ്റീരിയൽ ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്സ് ഫ്രം നോർമൽ സ്റ്റേറ്റിൽ നിന്ന് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതാം. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരയ്ക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് വരയ്ക്കണം. ഇവിടെ എന്താണ്? ഒരു മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു, 0 ആയി. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. എന്താണ് ടെമ്പറേച്ചർ at which, എന്താണ് ടെമ്പറേച്ചർ at which മെറ്റീരിയൽ ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്സ് ഫ്രം നോർമൽ സ്റ്റേറ്റ് ടു എവിടെയാണ്? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, ദിസ് കോൾഡ് ടെമ്പറേച്ചർ. അതായത് ടി ഷുഡ് ബി ലെസ് ദാൻ ടി സി ആണെങ്കിൽ, അല്ലെങ്കിൽ ടി നോക്കി ശ്രദ്ധിച്ച്, ടെമ്പറേച്ചർ ഇതിനെ ടി സി എന്ന് വിളിച്ചു. ടി ഈക്വൽ ടു ടി സി ആണെങ്കിൽ എന്താണ്? മെറ്റീരിയൽ എന്ത് ബിഹേവിയർ ആയിരിക്കും? മെറ്റീരിയൽ വിൽ ബി സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്, അതായത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, ഇതിലെല്ലാവർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് ടി ഗ്രേറ്റർ ദാൻ ടി സി എന്ന് പറഞ്ഞാൽ ഏത് റീജിയൻ? ടെമ്പറേച്ചർ ടി സിയെക്കാളും കൂടുതലാണെങ്കിൽ, ഇഫ് ടി ഗ്രേറ്റർ ദാൻ ടി സി ആണെങ്കിൽ മെറ്റീരിയൽ എന്തായിരിക്കും? ഞാൻ ഈ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞിട്ട് മെറ്റീരിയൽ വിൽ ബി ഇൻ ഏതാണ്? നോർമൽ സ്റ്റേറ്റ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ, സാർ ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിന് ടെമ്പറേച്ചർ കുറച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയും? ഒരു മെറ്റീരിയൽ എടുത്തു, അതിനെ തണുപ്പിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ബിഹേവിയർ ആണ്, അതായത് റെസിസ്റ്റൻസ് 0 ആണ്, മാക്സിമം കറണ്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു നേച്ചറാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, സാർ തിരിച്ച് ഒരു മെറ്റീരിയലിനെ എടുത്ത് നിങ്ങൾ തണുപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അത് സൂപ്പർ കണ്ടക്ടിങ് ആയി. അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, സാർ അതിനെ വീണ്ടും പഴയതുപോലെ ഒന്ന് ടെമ്പറേച്ചർ കൂട്ടിയാലോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയാലോ വീണ്ടും അതെന്തായി? പഴയ സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ ഒരു മെറ്റീരിയൽ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കാം. അതുപോലെ അതെപ്പോഴാണ് സംഭവിച്ചത്? ടെമ്പറേച്ചർ കുറച്ചപ്പോൾ. ഇഫ് യു ആർ ഇൻക്രീസിങ് ടെമ്പറേച്ചർ, അതേ മെറ്റീരിയൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വീണ്ടും എന്ത് ചെയ്യും? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ദ ട്രാൻസിഷൻ ഫ്രം ഏത് സ്റ്റേറ്റ് ആണ്? നോർമൽ സ്റ്റേറ്റ് ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഈസ് എന്താണ്? റിവേഴ്സിബിൾ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി സി, അല്ലേ? അതായത് നമ്മൾ ഇതിനെ വീണ്ടും റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മനസ്സിലാക്കണം. എന്താണ് അത്? നമ്മൾ വീണ്ടും അതിനെ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? അത് തിരിച്ചെന്ത് ചെയ്യും? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ഇഫ് വി ഇൻക്രീസ് ടെമ്പറേച്ചർ ഇൻക്രീസ് എന്ന് ഞാൻ അപ്പാരമാണ് ഇട്ടിരിക്കുന്നത്, കണ്ടോ? ദാറ്റ് ഈസ് ടി ഗ്രേറ്റർ ദാൻ ടി സി ആണെങ്കിൽ, അത് നിങ്ങൾ വെറുതെ ചൂടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നോക്കി എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് ഏതിനേക്കാളും കൂടുതലായിരിക്കണം? ഈ ടി സിനേക്കാളും കൂടുതലാവണം. ഓക്കെ, ടി സിനേക്കാളും കൂടുതലാകുമ്പോൾ ഈ ബിഹേവിയർ ആയിരിക്കും, അല്ലേ? ഇഫ് യു ആർ ഇൻക്രീസിങ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായാൽ എന്തായി മാറും? മെറ്റീരിയൽ ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്സ്, എന്താണ്? സ്റ്റേറ്റ്സ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ?
ഫ്രം സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു എവിടെയാ, ടു നോർമൽ സ്റ്റേറ്റ്, പഴയ അവസ്ഥയിലെത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടെ പറയാം. മെർക്കുറിയുടെ ടി സി എന്ന് പറയുന്നത് എത്രയാണ്? 4.2 കെൽവിൻ. ഏതിൻ്റെയാണ്? മെർക്കുറി എന്ന് പറയുന്ന മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ആ സയന്റിസ്റ്റ് എന്താ ചെയ്തത്? മെർക്കുറി എന്ന് പറയുന്ന മെറ്റീരിയൽ എടുത്തു, അതിനൊന്ന് തണുപ്പിച്ചപ്പോൾ റെസിസ്റ്റൻസ് 0 ആയി. അത് സൂപ്പർ കണ്ടക്ടിവിറ്റി ഫിനോമിന ഒബേ ചെയ്യുന്നു. അതെന്താണ്? സൂപ്പർ കണ്ടക്ടറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി, എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. വാട്ട് ഡു മീൻ ബൈ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതണം. ഓക്കെ, പെട്ടെന്ന് ഞാൻ ചോദിച്ചോട്ടെ, ശ്രദ്ധിച്ച്, ഈ ആക്സിസിൽ ടെമ്പറേച്ചർ ആണ്, ഇവിടെ ടി സി എന്ന് മാർക്ക് ചെയ്തിട്ടു. ടി സി എന്ന് മാർക്ക് ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ടെമ്പറേച്ചർ ടി സിയെക്കാളും കൂടുതലാണെങ്കിൽ ഏത് സ്റ്റേറ്റാ? നോർമൽ സ്റ്റേറ്റ്. ടി സിയെക്കാളും കുറവാണെങ്കിൽ ടി സിക്ക് ഈക്വൽ ആയാൽ തന്നെ അപ്പം തന്നെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ കാണും ഏതൊക്കെ ഫാക്ടറാണ് സൂപ്പർ കണ്ടക്ടിങ്. അതായത് ഇപ്പം ഞാനൊരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട രീതി പറഞ്ഞുതരാം. നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്നു. ഏത് മെറ്റീരിയലാണ്? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു? ആ മെറ്റീരിയലിനെ തണുപ്പിച്ച് ടി ഈക്വൽ ടു ടി സി ആക്കിയപ്പോൾ ഇതെന്ത് നേച്ചറാണ്? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. അതായത് ആദ്യം നോർമൽ മെറ്റീരിയൽ ആയിരുന്നു, ഞാൻ നോർമൽ മെറ്റീരിയൽ ഇങ്ങനെ വരച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തു. വെൻ ടെമ്പറേച്ചർ ടി ഈക്വൽ ടു ടി സി ആയപ്പോൾ ഇതെന്തായി? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലായി, അല്ലെ, സൂപ്പർ കണ്ടക്ടറായി. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ പോകണം. എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇതെന്ത് ചെയ്തു? വീണ്ടും പഴയതുപോലെ നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, നോർമൽ സ്റ്റേറ്റിൽ ഇരുന്ന ഒരു മെറ്റീരിയലിനെ തണുപ്പിച്ചു, ടെമ്പറേച്ചർ കുറച്ച് ടി ഈക്വൽ ടു ടി സി ആയപ്പോൾ അതെന്തായി? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലായി, അല്ലേ? ഓക്കെ, സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. ഈ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അപ്ലൈ ചെയ്യാൻ മാത്രമല്ല, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ ഒരു പർട്ടിക്കുലർ ഫീൽഡ് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ദാറ്റ് മെറ്റീരിയൽ ചേഞ്ചസ് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തി. ഡൗട്ട് ഉണ്ടോ? അപ്പം എന്താണ് അതിന്റെ മീനിങ്? നിങ്ങൾ തണുപ്പിച്ച് സൂപ്പർ കണ്ടക്ടിങ് ആക്കി വെച്ച കാര്യമില്ല. ആ പ്രോസസ്സ്, ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? നോർമൽ മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യും. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കുറച്ച് ഫീൽഡ് കൊടുത്തു, മാറില്ല. കുറച്ചും കൂടെ കൊടുത്തു, മാറില്ല, അല്ലേ? പിന്നെയും കൊടുത്തു, അപ്പം മാറാൻ തുടങ്ങി. ഡൗട്ട് ഉണ്ടോ? അപ്പം നമുക്ക് വേണ്ട മിനിമം മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടേ? ഒരു മിനിമം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ? ഈ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ. ഡൗട്ട് ഉണ്ടോ? ആ മിനിമം മാഗ്നറ്റിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഡൗട്ട് ഉണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന എച്ച് ആണ്, ക്രിട്ടിക്കൽ എന്ന് കാണിക്കാനായിട്ട് HC. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്? നിങ്ങളൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുന്നു, അല്ലെ? കൂട്ടി അറ്റ്ലീസ്റ്റ് ഇത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളത്? നോർമൽ സ്റ്റേറ്റിലോട്ട് മാറുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലായോ? ഞാൻ എഴുതിയിരിക്കുന്ന ഹെഡിങ് എന്താ? എഫക്ട്സ് അഫക്റ്റിംഗ് സൂപ്പർ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്തൊക്കെ എഫക്ട്സ് ആണ്? ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങളൊരു സൂപ്പർ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഇഫ് യു ആർ ഇൻക്രീസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് മെറ്റീരിയൽ ചേഞ്ച് ഇറ്റ് സ്റ്റേജ് ഫ്രം സൂപ്പർ കണ്ടക്റ്റിൽ നിന്ന് ഒറിജിനൽ. അതായത് ഇപ്പം നിങ്ങൾ നോക്കി, നമ്മൾ ഭയങ്കര മോശപ്പെട്ട ഒരാളാണ് എന്ന് വെച്ചാൽ, മോശപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച്, ഇപ്പം നമ്മൾ ഒന്നും പഠിക്കാത്ത ആളാണ്, നല്ലപോലെ നമ്മുടെ പാരൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നല്ലപോലെ പഠിക്കാൻ ഒരു മൈൻഡുള്ള ആളായി മാറി, അല്ലേ? അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറയുന്നുണ്ട്, പുതിയ സിനിമ ഇറങ്ങി, പുതിയ ഹോട്ടൽ തുടങ്ങി, പുതിയ ഒരു ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, ഇതെല്ലാം പറയുന്നു. അപ്പം നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു, അല്ലേ? ഇത്ര ഇങ്ങനെ കൂടി വരുമ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? പഴയ അവസ്ഥയിലോട്ട് എത്തും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പം നിങ്ങളുടെ എഫിഷ്യൻസിയെ ബാധിക്കുന്ന ഫാക്ടർ എന്തായിരുന്നു? നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഒരു മെറ്റീരിയൽ, സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ നോർമൽ മെറ്റീരിയൽ ആവാനുള്ള റീസൺ എന്താണ്? ആ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുകയും, ഒരു മെറ്റീരിയൽ എടുത്തു. ഓക്കെ, ഈ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്റ്റിംഗ് ആയത് ഒരു 1K എത്ര? 1 കെൽവിൻ ആണ്. ഓക്കെ, അതായത് ഒരു മെറ്റീരിയൽ എടുത്തു, അതിനെ തണുപ്പിച്ച് 1K എത്തിയപ്പോൾ, അതായത് TC 1K ആണ്. ഓക്കെ,
ഇനി വേറൊരു മെറ്റീരിയൽ എന്താണ്, അതിനെ തണുപ്പിച്ച് അത് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് 2K ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കേണ്ട ഇങ്ങനെയാണ്, ഇതാ ഒരുപാട് എഫേർട്ട് ഇട്ട് തണുപ്പിച്ചാണ് ഇതെന്തായത്, സൂപ്പർ കണ്ടക്ടിവിറ്റി ആയത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ 2K ആക്കിയാൽ മതി. നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലേ. നോക്കിയേ, ഇവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പം ടെമ്പറേച്ചർ മാക്സിമം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ചിന്തിച്ചേ, ഈ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്റ്റീവ് ആയത് എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് 1K ആക്കിയപ്പോഴാണ്. പക്ഷേ ഈ മെറ്റീരിയലിന് അത്ര എഫേർട്ട് ഉണ്ടോ, ഇല്ല, 2K മതി. 2K ടെമ്പറേച്ചർ എത്തിയപ്പോൾ തന്നെ അത് സൂപ്പർ കണ്ടക്റ്റിംഗ് ആയി. നോക്കി ശ്രദ്ധിച്ച്, ഇതാ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഫസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ 1K ആകുമ്പോഴേ സൂപ്പർ കണ്ടക്റ്റിംഗ് ആവുള്ളൂ. സെക്കൻഡ് മെറ്റീരിയൽ ആണെങ്കിലോ കുറച്ച് 2K ആകുമ്പോൾ തന്നെ സൂപ്പർ കണ്ടക്റ്റിംഗ് ആവും. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ മെറ്റീരിയലിനെ തിരിച്ച് നോർമൽ ആക്കാൻ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് നമ്മൾ ഇതിനെ സൂപ്പർ കണ്ടക്റ്റിംഗ് ആക്കിയത്. അപ്പോൾ തിരിച്ചും എന്ത് ചെയ്യണം, നോക്കി, തിരിച്ചിതിനെ നോർമൽ സ്റ്റേറ്റിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് എഫേർട്ട് ഇടണം. അതായത് ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, HC1, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇതാണ് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് സൂപ്പർ കണ്ടക്റ്റിംഗ് ആക്കിയതാണ്. അപ്പോൾ ഇതിന് എന്തിട്ടാൽ മതി, കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. ഡൗട്ട് ഉണ്ടോ? അപ്പം നിങ്ങളൊരു റിലേഷൻ കിട്ടിയില്ലേ, ഇഫ് TC, അതായത് TC ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, കുറവാണെങ്കിൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എന്താണ്, അതിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് നമ്മൾ അതിനെ എത്തിച്ചത്. ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എഫേർട്ട് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേണ്ടി വരും അതിനെ തിരിച്ചാക്കാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ, അപ്പോൾ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ, കണ്ടോ, ഇത് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ, ലെസ് ആണെങ്കിൽ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കണം. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അതൊരു ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇവിടെ ടെമ്പറേച്ചർ, ഓക്കെ, ഇവിടെ എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഹൈ ആയിരിക്കും, ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഡൗട്ട് ഉണ്ടോ? അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ് നമ്മളിവിടെ പറഞ്ഞത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ മാറാം. അതിന് മിനിമം ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. ആ മാഗ്നറ്റിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ, നോക്കിയേ, ഈ ടെമ്പറേച്ചറിന് വേണ്ട ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇതാണ്. നോക്കിയേ, ഈ ടെമ്പറേച്ചറിന് വേണ്ട ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇതാണ്. കണ്ടോ, ഇതിപ്പോൾ എക്സാമ്പിൾ ഇത് 1ഉം ഇത് 2 ആണെന്ന് ആലോചിക്കുക. അപ്പോൾ ഏതാണ്, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ വേണ്ട ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഹൈ ആയിരിക്കും. ടെമ്പറേച്ചർ ഇവിടെ കൂടുതലാണ്, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇതാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ എഫക്റ്റ് അതൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം, എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, എഴുതാം നമുക്ക് HC. ഓക്കെ, HC. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ആദ്യം നമുക്ക് മെറ്റീരിയൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആണ്. അതായത് കൺസിഡർ എ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ, സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, ആ സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ അപ്പോൾ തന്നെ ടെമ്പറേച്ചർ എന്താണ്, TC ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലായപ്പോൾ തന്നെ സൂപ്പർ കണ്ടക്ടർ ആയി. ഓക്കെ, കൺസിഡർ സൂപ്പർ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ്, മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം H. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അപ്ലൈഡ്, എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈഡ് ടു സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, സൂപ്പർ കണ്ടക്ടറിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല അല്ലേ. അത് അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഇഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഇൻക്രീസ്ഡ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഇൻക്രീസ്ഡ് അല്ല, ഇൻക്രീസ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അത് എന്ത് ചെയ്യും, സൂപ്പർ കണ്ടക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു, ഇൻക്രീസ്ഡ്. ആൻഡ് ഫോർ എ particular value of magnetic field okay, ആ വാല്യൂനെ വിളിക്കുന്ന പേര് എന്താണ്, HC. ഓക്കെ, ഫീൽഡ് ദ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ, സൂപ്പർ കണ്ടക്ടർ
ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് ഫ്രം സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു എന്താണ് നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസിഷൻ ആക്കുന്നു. ദാറ്റ് പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് that particular magnetic field is called magnetic field is called എന്താണ് called critical magnetic field HC. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട ഒരു ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി കൂട്ടി വരുമ്പോൾ അത് മാറുന്നു അല്ലേ, നോർമൽ സ്റ്റേറ്റിലോട്ട് മാറുന്നു. ഈ പ്രോസസ്സ് റിവേഴ്സിബിൾ ആണോ? റിവേഴ്സിബിൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചാൽ എന്ത് ചെയ്യും? അത് പഴയതുപോലെ ആകും. അപ്പോൾ ഈ ട്രാൻസിഷൻ എന്താണ്? റിവേഴ്സിബിൾ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് വേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ HC ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രാഫ് നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഇതാ നോക്കി, ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ എന്താണ്? H. ഓക്കെ, H of T, മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം, സോറി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഈ ഗ്രാഫ്. ഇതിൻ്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു? ടെമ്പറേച്ചർ കുറവാണെങ്കിൽ H എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതിയല്ലോ, റിലേഷൻ ബിറ്റ്വീൻ H ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, ബാക്കി നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോർമുലയും കൂടെ പഠിക്കണം. ഓക്കെ, ഓരോ ടെമ്പറേച്ചറിലും വേണ്ട മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത്. ഓക്കെ, HC of T റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല പഠിക്കണം. HC of T ഈക്വൽ ടു HC of 0 ഇൻറ്റു എന്താണ്? 1 - T by TC the whole square. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഇതെന്താ ഈ ഫോർമുല എന്താ പറയുന്നത്? ഈ ഫോർമുല നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? HC of T, അതായത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും അല്ലെ. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു? HC of 0 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, T ഡിപ്പെൻഡ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് യൂണിറ്റ് ഏതായിരിക്കണം? ഇൻ കെൽവിൻ. ഓക്കെ, TC എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു ട്രാൻസിഷൻ ടെമ്പറേച്ചർ. എന്താണ്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമുക്കുണ്ട് ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയാത്തൊരു കാര്യമാണ്, HC of 0 എന്താണ്. ആദ്യം നമുക്ക് നോക്കാം ടെമ്പറേച്ചർ 0. ഓക്കെ, ടെമ്പറേച്ചർ 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിനെ തണുപ്പിച്ച് എവിടെ കൊണ്ടുവന്നു? 0 ടെമ്പറേച്ചർ കൊണ്ടുവന്നു. അതിനപ്പുറം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് നോക്കി, മാക്സിമം എഫേർട്ട്. ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടാണ്. നോക്കി, എഫേർട്ട് മാക്സിമം നമ്മൾ 0 എത്തിച്ചു. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ മാക്സിമം ആയി. നമുക്ക് കണ്ടുപിടിക്കാം വാട്ട് ഇസ് HC of 0, അതായത് Tക്ക് 0 കൊടുക്കുക. ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്ക് H0 എന്ന് എഴുതാം. ഓക്കെ, HC of 0 എന്ന് എഴുതാം. 1 - Tക്ക് 0 കൊടുക്കുക. T 0 ഡിവൈഡ് ബൈ TC the whole square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? H0 ഇൻറ്റു 1 - 0 ബൈ സംതിങ്, അതായത് 1 - 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു H0 ഇൻറ്റു 1. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എഴുതിയിരിക്കുന്ന H0 എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അറ്റ് ഏത് ടെമ്പറേച്ചർ? 0. അതായത് 0 ടെമ്പറേച്ചറിൽ ഉള്ള ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് H0. ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഞാനൊന്ന് റബ്ബ് ചെയ്തോട്ടെ. ഇവിടെ H0 എന്ന് തന്നെ എഴുതാം. H0. അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് മനസ്സിലായി. എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റേറ്റ് മാറും. ഓക്കെ, അപ്പോൾ ആ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? H0 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ TC ഡിപ്പെൻഡ് ചെയ്യുന്നു. വാട്ട് ഇസ് H0? H0 എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. H0 ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഏത് ടെമ്പറേച്ചർ? പറഞ്ഞേ, അറ്റ് ഏത് ടെമ്പറേച്ചർ? അറ്റ് 0. അറ്റ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു, അറ്റ് T ഈക്വൽ ടു 0 കെൽവിൻ. ഓക്കെ, ഇതാണ് H0. ഇതാണ് ഇതിന്റെ മാക്സിമം വാല്യൂ. അപ്പം നിങ്ങൾ മനസ്സിലായ H0 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ഇതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ T ഈക്വൽ ടു 0 കൊടുത്തു. ഇനി അടുത്ത് T ഈക്വൽ ടു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എന്താണെന്ന് നോക്കാം. T ഈക്വൽ ടു TC. ഓക്കെ, T ഈക്വൽ ടു TC ആകുമ്പോൾ എന്താണ് വരുന്നത്? HC of TC. T ഉള്ളിടത്ത് എന്ത് കൊടുക്കുക? TC കൊടുക്കുക. ഇവിടെ T ഉണ്ട്, അതുകൊണ്ട് നമ്മൾ TC കൊടുത്തു. ഈക്വൽ ടു H0 ഇൻറ്റു 1 - Tക്ക് പകരം TC. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു TC ഉണ്ട്, ഡിവൈഡ് ബൈ TC the whole square.
ഓക്കെ, ടി സിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്ത് വരും? H0 ഇൻറ്റു 1 മൈനസ് 1 വരും. ദാറ്റ് ഇസ് 1 മൈനസ് 1 0 വരും. അപ്പോൾ HC എന്തായി? 0 ആയി. നിങ്ങൾ നോക്കി ഇവിടെ HC y ആക്സിസിലാണ് HC നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ 0 ആയ പോയിന്റ് ഏതാണ്? ദ ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഏത് ടെമ്പറേച്ചർ? T ഈക്വൽ ടു TCയിലുള്ള ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച്. അപ്പം ഇതാണ് നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട കാര്യം. എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്? ഒന്നുമില്ല, ഒരു സൂപ്പർ കണ്ടക്ടിംഗ് മെറ്റീരിയലിന് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഒരു പർട്ടിക്കുലർ ഫീൽഡ് എത്തുമ്പോൾ അത് നോർമൽ സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇതിനെ വിളിക്കുന്ന പേരല്ല, ആ ഒരു ഫീൽഡ്, ആ ഒരു ട്രാൻസിഷൻ വേണ്ട ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ടെമ്പറേച്ചർ നമ്മൾ റിലേഷൻ ആണ്. ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടാണ്. ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര തന്നെ നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും, അത്ര തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. കണ്ടോ, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇത്ര തന്നെ ഉണ്ട്. കണ്ടോ, ഇനി അടുത്ത് ടെമ്പറേച്ചർ, ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എഫേർട്ട് കുറവാണ്, കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് റിലേഷൻ. ഈ ഫോർമുല ഓർത്തിരിക്കുക. ഈ ഫോർമുല വെച്ചുള്ള പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം നമ്മൾ ഇതിന്റെ തിയറി പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് മേസണർ എഫക്റ്റ്. എന്താണ് മേസൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഒരു മെറ്റീരിയൽ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. മെറ്റീരിയൽ നമുക്കിപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു. ഏത് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയലാണ്? ഓക്കെ, മെറ്റീരിയൽ എടുത്തു. ഓക്കെ, മെറ്റീരിയൽ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്? ടെമ്പറേച്ചർ നോർമൽ സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ പോകണം. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഒരു മെറ്റീരിയൽ കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഈ ഫീൽഡ് ഇതുവഴി പെൻട്രേറ്റ് ചെയ്തു പോകും അല്ലേ? അപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു. മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? പെൻട്രേറ്റ്. അത് നോർമലി ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേക്കുക, ഒരു മെറ്റീരിയൽ എടുത്തു. ഓക്കെ, അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ദാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചു, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോൾ മെറ്റീരിയൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ടെമ്പറേച്ചർ നിങ്ങൾ കുറയ്ക്കുവാണ്. ഓക്കെ, ടെമ്പറേച്ചർ കുറയ്ക്കുവാണ്. സാധാ മെറ്റീരിയൽ ആയിരുന്നു, അതിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം എന്ത് ചെയ്യുന്നു? പെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, വെൻ വി ആർ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഒന്ന് തണുപ്പിച്ചപ്പോൾ ടെമ്പറേച്ചർ കുറച്ചു അല്ലേ? ടെമ്പറേച്ചർ കുറച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ടെമ്പറേച്ചർ കുറച്ച് TC ആകുമ്പോൾ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അങ്ങ് മാറും. മെറ്റീരിയൽ എന്താവും? സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ആവും. അതായത് നോക്കിയാൽ മോട്ടിവേഷൻ കിട്ടി വരുമ്പോൾ നമ്മളങ്ങ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര മോട്ടിവേറ്റ് ആയി നമ്മൾ പൊട്ടിത്തെറിക്കും. അതുപോലെ നോക്കി, നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുമ്പോൾ ഇതെന്തായി മാറും? ഈ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലായി മാറും. ആ മെറ്റീരിയലായി മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചെയ്യുന്നത്, ഇപ്പം നമുക്കൊരു സ്പെറിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയൽ, നോർമൽ മെറ്റീരിയൽ, ഇതിനെ തണുപ്പിച്ച് ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് പെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ടെമ്പറേച്ചർ കുറച്ച് വെൻ T ഈക്വൽ ടു TC ആയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം റിപ്പൽ ചെയ്യാൻ തുടങ്ങി. കണ്ടോ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം ഇതാ കണ്ടോ, റിപ്പൽ ഫ്രം ദാറ്റ് ബോഡി. കണ്ടോ, നേരത്തെ എങ്ങനെയായിരുന്നു? നോർമൽ മെറ്റീരിയൽ ആയിരുന്നപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ പെനട്രേറ്റ് ചെയ്ത് പോവുകയായിരുന്നു. കണ്ടോ, പക്ഷേ വെൻ വി ആർ കൂൾ ഡൗൺ ദാറ്റ് മെറ്റീരിയൽ, അല്ലെങ്കിൽ വെൻ വി ആർ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് മെറ്റീരിയൽ എക്സ്പെൽസ് അല്ലെങ്കിൽ റിപ്പൽസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെ? ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതുവഴി കടന്നു പോകുന്നുണ്ടോ? ഇല്ല. കണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ദിസ് ഫിനോമിന ഈസ് കോൾഡ് മേസണർ എഫക്റ്റ്. എന്താണ് മേസൺ എഫക്റ്റ് പറയുന്നത്? സിമ്പിൾ ആണ്. ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസി വെച്ചപ്പോൾ ഫീൽഡ് ലൈൻസ് ആ മെറ്റീരിയലിലൂടെ പെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെൻ വി ആർ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ, വാട്ട് വിൽ ഹാപ്പൻ? ടെമ്പറേച്ചർ കുറച്ച് T ഈക്വൽ ടു TC ആയപ്പോൾ അതിന്റെ പ്രോപ്പർട്ടി മാറി, സൂപ്പർ കണ്ടക്ടിങ് ആയി. സൂപ്പർ കണ്ടക്ടിങ് ആയാൽ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ പോവില്ല. മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം കൂടെ വളരെ കണ്ടോ മാറി, കണ്ടോ ഇങ്ങനെ പോകും. ദിസ് ഫിനോമിന ഈസ് കോൾഡ് എന്താണ്? മേസണർ എഫക്റ്റ് എന്ന് പറയുന്നു അല്ലെ? അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് റിപ്പൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന് എന്ത് നേച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യും. അല്ലെങ്കിൽ ദാറ്റ് മെറ്റീരിയൽ വിൽ നെവർ അലോ ടു പെനിട്രേറ്റ് ദാറ്റ് ഫീൽഡ് ലൈൻസ് ഇൻ ടു ദാറ്റ് മെറ്റീരിയൽ അല്ലെ? ഇതാണ് മേസണർ എഫക്റ്റ്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ സൂപ്പർ കണ്ടക്ടിങ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കും? ഒന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുക. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ ഫീൽഡ് ലൈൻസ് എല്ലാം സ്പ്രെഡ് ചെയ്ത് റിപ്പൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ മെറ്റീരിയൽ എന്താണ്?
സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. അപ്പം മേസ്നർ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഇനി മേസ്നർ എഫക്റ്റ് എന്താണെന്ന് വൃത്തിക്ക് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് മേസ്നർ എഫക്റ്റ്? ഓക്കെ, മേസ്നർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ എ മെറ്റീരിയൽ. എന്ത് മെറ്റീരിയൽ ആണ്? ഇപ്പൊ മെറ്റീരിയൽ ഏത് സ്റ്റേറ്റിലാണ്? നോർമൽ സ്റ്റേറ്റിലാണ്. അപ്പൊ കൺസിഡർ എ മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ ബ്രാക്കറ്റിൽ നോർമൽ സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽ, നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, ഈസ് പ്ലേസ്ഡ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഇൻ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ റിസൾട്ട് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് പ്രസൻസ് വെക്കുമ്പോൾ ഇതാ ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഓക്കെ, ഈ മെറ്റീരിയലിലൂടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ പെനിട്രേറ്റ് ത്രൂ ദിസ് ഒബ്ജക്റ്റ്, അല്ലേ? അപ്പോൾ ഫീൽഡിൽ വെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? പെനിട്രേറ്റ്സ്, അല്ലേ? പെനിട്രേറ്റ്സ് ത്രൂ the material. ഓക്കെ, മെറ്റീരിയൽ. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, പെനിട്രേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇഫ് ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ is reduced and when that temperature, അല്ലേ? when the temperature equal to ഏതാ? equal to HC അല്ലെ TC, അല്ലെ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും? മെറ്റീരിയൽ, ശ്രദ്ധിച്ച്, മെറ്റീരിയൽ ബിഹേവ്സ് ലൈക്ക് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ബിഹേവ്സ് ലൈക്ക് എന്താണ്? സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്? വൺസ് മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആയാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം എന്ത് ചെയ്യും? അതിൽ നിന്ന് റിപ്പൽ ചെയ്യും, അതിനകത്തൂടെ കടക്കത്തില്ല. സോ ദെൻ എന്താ സംഭവിക്കുന്നത്? അടുത്ത പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ എക്സ്പെൽ, എന്താണ്? എക്സ്പെൽ അല്ലെങ്കിൽ റിപ്പൽ. സ്പെല്ലിംഗ് ഒക്കെ തെറ്റുണ്ടായിരിക്കും, ക്ഷമിക്കണേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ എക്സ്പെൽ ഫ്രം ദാറ്റ് മെറ്റീരിയൽ. ഓക്കെ, ആൻഡ് ദിസ് ഫിനോമിന ഈസ് കോൾഡ് എന്താണ്? എന്താണ്? മേസ്നർ എഫക്റ്റ്. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. മേസ്നർ എഫക്റ്റ് നമ്മൾ സ്പീഡിൽ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അതിന്റെ ഫിഗറും കൂടെ വരയ്ക്കാം. ഇപ്പോൾ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇതിൽ നിന്ന് റിപ്പൽ ചെയ്തായിരിക്കും പോകുന്നത്. കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ കടന്നു പോകില്ല. കണ്ടോ? ഓക്കെ, ദിസ് ഈസ് എ മെറ്റീരിയൽ. ഓക്കെ, ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് മേസണർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ കണ്ടീഷൻ? ദെൻ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സൂപ്പർ കണ്ടക്ടിങ് എന്തായിട്ട്? സൂപ്പർ കണ്ടക്ടർ മെറ്റീരിയൽ ബിഹേവ്സ് ലൈക്ക് എന്താണ്? ബിഹേവ്സ് ലൈക്ക് എന്തിനെ പോലെ? ബിഹേവ്സ് ലൈക്ക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്നൊക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയാൽ, ഇതിനകത്ത് ഫീൽഡ് ലൈൻസ് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ അതിനകത്ത് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദാറ്റ് മെറ്റീരിയൽ ഈസ് 0, അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് എഴുതാം. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സബ്സ്റ്റൻസ്, ഇൻസൈഡ് ദ മെറ്റീരിയൽ, സബ്സ്റ്റൻസ് അല്ല മെറ്റീരിയൽ, ഈസ് 0. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ? മേസണർ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? പറഞ്ഞേ. ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സൂപ്പർ കണ്ടക്ടിങ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ whether the material is
സൂപ്പർ കണ്ടക്റ്റിംഗ് ഓർ നോട്ട്, സൂപ്പർ കണ്ടക്റ്റിംഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ. ഇതാണ് മേസണർ എഫക്ട്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മേസണർ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, സാർ ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിടുമ്പോൾ അതിങ്ങനെ റിപ്പൽ ചെയ്യുന്നു, ഈ പ്രോസസ്സ് റിവേഴ്സിബിൾ ആണോ, തിരിച്ചു നടക്കുമോ? അതായത് ടെമ്പറേച്ചർ കുറച്ച് TC എത്തിയപ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് ആയി പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തൂടെ റിപ്പൽ ചെയ്ത് പോകുന്നു. അതേ മെറ്റീരിയലിനെ നിങ്ങൾ തിരിച്ച് ടെമ്പറേച്ചർ കൂട്ടിയാലോ? ടെമ്പറേച്ചർ കൂട്ടിയാൽ നമുക്കറിയാം അത് നോർമൽ സ്റ്റേറ്റിലോട്ടാവും. നോർമൽ സ്റ്റേറ്റിലോട്ടാകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? പെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസിഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ എന്താണ്? ഈ ട്രാൻസിഷൻ എന്താണ്? റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് സെന്റൻസ് ആയിട്ട് എഴുതിക്കോളൂ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെമ്പറേച്ചർ TCയിലാണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ്, അതുകൊണ്ടാണ് സൂപ്പർ കണ്ടക്റ്റിംഗ് ആയത്. ഇനി ആ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയാലോ? നോർമൽ മെറ്റീരിയൽ, നോർമൽ മെറ്റീരിയൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യും? പെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇഫ് temperature is greater than TC, material behaves like a normal material. Okay, that is field lines, magnetic field lines എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും? penetrates through the material. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മേസണർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മേസണർ എഫക്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കി, എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് നോക്കി, എന്താണ് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് നോക്കി, ഇനി നമ്മൾ നോക്കി മേസണർ എഫക്റ്റ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്താണ്? സൂപ്പർ കണ്ടക്ടേഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, സൂപ്പർ കണ്ടക്ടറിന് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ ആദ്യം നോക്കേണ്ടത്? നിങ്ങൾ നോക്കിയേ, ഞാനിപ്പം ടെമ്പറേച്ചർ TC ആക്കി, അതായത് ഒരു മെറ്റീരിയൽ എടുത്തു, നോക്കിയേ ശ്രദ്ധിച്ച്, ഒരു മെറ്റീരിയൽ എടുത്തു ടെമ്പറേച്ചർ TC ആക്കി. അപ്പോൾ ഇത് എന്ത് മെറ്റീരിയൽ ആണ്? ഇപ്പോൾ ടെമ്പറേച്ചർ TC ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ എന്താണ്? സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഞാനൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എടുത്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആലോചിക്കേ, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എത്തുമ്പോൾ ഇത് എന്ത് സ്റ്റേറ്റിലോട്ടാവും? ഇത് നോർമൽ സ്റ്റേറ്റിലോട്ടാവും. ആ ട്രാൻസിഷൻ എങ്ങനെയാണ് നോക്കി ശ്രദ്ധിച്ച്. ഇപ്പം ഞാൻ എക്സാമ്പിൾ, നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എത്തുമ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്, പെട്ടെന്ന് എന്ത് ചെയ്യാം? നോർമൽ സ്റ്റേറ്റിലോട്ട് മാറാം. ഒന്നുകൂടെ പറയാം, സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൽ എടുത്തു വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ? നഷ്ടപ്പെടാം പെട്ടെന്ന്, അല്ലേ? പെട്ടെന്ന് നഷ്ടപ്പെട്ട് അത് എന്താകാം? നോർമൽ ആകാം, അല്ലേ? അതായത് ദ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ കണ്ടോ? പെട്ടെന്നായിരിക്കും, അബ്രപ്റ്റ് ട്രാൻസിഷൻ. ഇനി ചില ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും, സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് പോകുന്നു, അത് സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ആകുന്നു. പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡ് ആ വാല്യൂ എത്തി, ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും കൂട്ടുമ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ഉടനെ പോവില്ല, ആ ട്രാൻസിഷൻ വളരെ സ്ലോ ആയിട്ട് സംഭവിക്കും. കണ്ടോ? അടുത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എത്തുമ്പോൾ, ഈ വാല്യൂ എത്തുമ്പോൾ എന്ത് ചെയ്യും? അതിന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നോർമൽ സ്റ്റേറ്റിലോട്ട് വരും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ട്രാൻസിഷൻ ഫ്രം സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ്. ചില സെമി കണ്ടക്ടേഴ്സ് ആ ട്രാൻസിഷൻ പെട്ടെന്ന് നടക്കാം, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ പെട്ടെന്ന് നടക്കാം. പക്ഷേ ചിലത് അങ്ങനെയല്ല, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തി സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്ത് തുടങ്ങും, കുറേ കഴിഞ്ഞിട്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ട്രാൻസിഷൻ ഫ്രം സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ്, അല്ലെ? കണ്ടോ? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനെ ബേസ് ചെയ്തിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2. ഇതിൽ ഏതായിരിക്കും ടൈപ്പ് 1? ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ പെട്ടെന്ന് സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ നഷ്ടപ്പെട്ട് നോർമൽ സ്റ്റേറ്റിലോട്ടാവും. ടൈപ്പ് 2 എന്ന് പറഞ്ഞാലോ, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് നഷ്ടപ്പെട്ട് തുടങ്ങി കുറച്ച് അടുത്ത കുറേ വാല്യൂ കഴിയുമ്പോഴായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2. അപ്പോൾ നമുക്ക് എഴുതാം, ബേസ്ഡ് ഓൺ ദ ട്രാൻസിഷൻ ഫ്രം എവിടെന്നാ? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ടു
നോർമൽ സ്റ്റേറ്റ് ഓക്കെ. ഏതിനെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലുള്ള ട്രാൻസിഷനെ ബേസ് ചെയ്തിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്പ്. ഏതാണ്? ഫസ്റ്റ് വൺ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, ടൈപ്പ് 1. സെക്കൻഡ് വിൽ ബി ടൈപ്പ് 2. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ടൈപ്പ് 1 സെമി. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം തന്നെ ആയിരിക്കും. ചില ആൾക്കാരുണ്ട് അല്ലേ, നമ്മളിപ്പോൾ നോക്കി നമ്മൾ ഒട്ടും ഒന്നും പഠിക്കാതെ അലസരായിട്ടുള്ള വ്യക്തിയായിരുന്നു. പാരൻസ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ നോർമൽ സ്റ്റേറ്റ് അതായിരുന്നു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് നേടണമെന്നുള്ള ഉത്സാഹത്തിലോട്ട് നിൽക്കും അല്ലേ. ആ സമയത്തായിരിക്കും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഏജന്റ് വന്ന് നമ്മളെ പ്രലോഭിക്കുകയാണ്. സിനിമയുണ്ട്, പുതിയ ക്രിക്കറ്റ് കളിക്കാൻ പോകണം, ഇങ്ങനെ പ്രലോഭിക്കുകയാണ് അല്ലേ. അപ്പോൾ ചില ആൾക്കാരുണ്ടായിരിക്കും ആ പ്രലോഭനങ്ങൾ ഒരു പരിധിക്ക് അപ്പുറമാകുമ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ എനിക്കൊന്നും പഠിക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ നേരെ പോകും. അതാണ് ടൈപ്പ് 1 സെമി കണ്ടക്ടർ അല്ലേ. ആ ട്രാൻസിഷൻ ഫ്രം നല്ല മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് തീരെ നോർമലിലോട്ട് പോകുന്ന ട്രാൻസിഷൻ പെട്ടെന്നാണ്. ദിസ് ഇസ് കോൾഡ് ടൈപ്പ് 1 അതെ. അതായത് ഈ ലോല ഹൃദയം എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ് ഹൃദയം അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ ടൈപ്പ് 1 നമുക്ക് എന്ത് വിളിക്കാം? സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് വിളിക്കാം. ഇനി ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ അലസമായിട്ട് നടന്നു, പാരൻസ് മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പോൾ നല്ല പഠിക്കാൻ നല്ല ആവേശത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് എക്സ്റ്റേണൽ ഏജൻസ് വരുന്നു. മാഗ്നറ്റിക് ഫീൽഡിനെ പോലെ എക്സ്റ്റേണൽ സിനിമ കാണാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ മനസ്സ് ചെറുതായിട്ട് ഇനി പഠിക്കണ്ട, അപ്പോഴും ഗ്രാജുവലി അല്ല കുറച്ച് പഠിക്കാം പിന്നെ പോവാം, കുറച്ച് പഠിക്കാം പിന്നെ പോവാം, പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ കളി നമുക്കിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്റ്റേഡിയത്തിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് മോട്ടിവേഷന് പോകും. പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ പോകുന്നു. കണ്ടോ? അപ്പോൾ അതിൻ്റെ ഗ്രാജുവൽ ആ ട്രാൻസിഷൻ ഫ്രം ഒരു നല്ല പഠിക്കാൻ മോട്ടിവേറ്റഡ് ആയിരിക്കുന്നതിൽ നിന്ന് ഒരു അലസമായ ലെവലിലേക്ക് എത്തുന്ന ട്രാൻസിഷൻ എന്താണ്? വളരെ സ്ലോയിലാണ്. അതായത് നല്ല ഉൾക്കരുത്തുള്ള ആൾക്കാരാണ് അല്ലേ, വളരെ സ്ലോ, പെട്ടെന്നൊന്നും പ്രലോഭനങ്ങൾ വീഴില്ല. അവരെ നമുക്ക് എന്ത് വിളിക്കാം? ടൈപ്പ് 2 എന്ന് വിളിക്കാം. ദാറ്റ് ഇസ് കോൾഡ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ. ആദ്യം തന്നെ നമുക്കറിയാം, നമുക്ക് എന്താ നമുക്കറിയാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ടൈപ്പ് 1 സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അതിന്റെ തിയറി ആയിട്ട് തന്നെ എഴുതാം. വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കൺസിഡർ എ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? മെറ്റീരിയൽ ആൻഡ് വി ആർ അപ്ലൈയിങ് അല്ലെങ്കിൽ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഇൻ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിന് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് വെക്കുകയാണ്. ഓക്കെ, ദെൻ ഇഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻക്രീസ്ഡ് എന്ത് സംഭവിക്കും? ഇൻക്രീസ്ഡ്. ഓക്കെ, ആൻഡ് ബ്രാക്കറ്റിൽ എഴുതിക്കേ ഈക്വൽ ടു ക്രിട്ടിക്കൽ വാല്യൂ. ക്രിട്ടിക്കൽ ഫീൽഡിന് ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ഫീൽഡ്. എന്താ സംഭവിക്കുന്നത്? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ സഡൻലി change its state to normal state. Okay, superconducting material changes its states to normal state. Superconducting material change its state abruptly to എവിടെയാ? നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, അതായത് നമുക്കൊരു ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച്, അതായത് നമ്മൾ നോക്കി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എച്ചും ഇവിടെ മാഗ്നറ്റൈസേഷൻ. ഓക്കെ, മാഗ്നറ്റൈസേഷൻ. ഓക്കെ, എന്താണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് എപ്പോഴാണോ ക്രിട്ടിക്കൽ ഫീൽഡ് എത്തുന്നത് ആ സമയം പെട്ടെന്ന് അത് എന്ത് ചെയ്യും? മാഗ്നറ്റൈസേഷൻ 0 ആവും. അതായത് ഇവിടെ ഏത് സ്റ്റേറ്റിലാണ്? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ഏത് സ്റ്റേറ്റ് ആണ്? നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ അടുത്ത പോയിന്റ് എന്ത് എഴുതാം? ട്രാൻസിഷൻ ഫ്രം
superconducting state to normal state എന്താണ് is abrupt എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്രിട്ടിക്കൽ ഫീൽഡ് എന്താണ്? സിംഗിൾ ക്രിട്ടിക്കൽ ഫീൽഡ് ആണ്. ഓക്കെ, ഫീൽഡ്. ഓക്കെ, ദാറ്റ് ഈസ് HC. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഓരോ ബിഹേവിയർ എഴുതാം. ഫസ്റ്റ് നമുക്ക് ഇതാ ഈ റീജിയനിലെ ബിഹേവിയർ എഴുതാം. ഓക്കെ, ആ റീജിയൻ 1 ആണ്. ഓക്കെ, അപ്പോൾ റീജിയൻ 1 ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഏതിനും ഇടയ്ക്കാണ്? 0ക്കും HCക്കും ഇടയ്ക്കാണെങ്കിൽ. ഓക്കെ, when H is in between 0 and HC ഏത് ബിഹേവിയർ ആണ്? ഈ സമയത്ത് ഏത് ബിഹേവിയർ ആണ്? സൂപ്പർ കണ്ടക്റ്റിംഗ്. ഓക്കെ, സൂപ്പർ കണ്ടക്റ്റിംഗ്. ഓക്കെ, സൂപ്പർ കണ്ടക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മേസണർ എഫക്റ്റ് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? മെറ്റീരിയൽ റിപ്പൽസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആണെങ്കിൽ ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? റിപ്പൽസ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇറ്റ്സ് എന്താണ് ഒബേ ഏത് എഫക്റ്റ്? മേസണർ എഫക്റ്റ്. അതായത് സൂപ്പർ കണ്ടക്റ്റിംഗ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ത് ഒബേ ചെയ്യും? മേസണർ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യും. ഇറ്റ്സ് ഒബേ മേസണർ എഫക്റ്റ് കംപ്ലീറ്റ്ലി. അതായത് സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ഉള്ള സമയം മുഴുവൻ ഇതെന്തായിട്ട് മാറും? മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യും അല്ലേ? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇതിനെ വേറെ എന്ത് പെട്ടെന്ന് ലോല ഹൃദയമുള്ള അല്ലേ? ഇതിനെ വിളിക്കാം സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്പ് 1. ഇനി എക്സാമ്പിൾ നിങ്ങൾ നോക്കി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടിന്നിൽ ലഡു ആണ് ഇതിന് എക്സാമ്പിൾ എന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾ നോക്കി. അപ്പോൾ ടൈപ്പ് 1 സെമി കണ്ടക്ടർ എങ്ങനെയാണ്? എന്തൊക്കെ പറയാം? നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ പെട്ടെന്ന് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. ആ ട്രാൻസിഷൻ അബ്രപ്റ്റ് ആണ്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്താ? അത് മേസണർ എഫക്റ്റ്. സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അതായത് എന്താണ് മാഗ്നറ്റിക് എന്തായിട്ട് ബിഹേവ് ചെയ്യും? മേസണർ എഫക്റ്റ് ഒബേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെ എന്ത് വിളിക്കും? സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യാം? പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് ബിഹേവ്സ് ലൈക്ക് എ diamagnetic material. Diamagnetic material at എവിടെയാ? At superconducting state. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ടൈപ്പ് 1 പഠിപ്പിച്ചു. ഇനി ടൈപ്പ് 2 പഠിപ്പിക്കാം. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ട്രാൻസിഷൻ എന്താണ്? നിങ്ങൾ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എടുത്തു. ഇഫ് യു ആർ അപ്ലൈങ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ഒരു HC ഒരു ക്രിട്ടിക്കൽ വാല്യൂ എത്തുമ്പോൾ പെട്ടെന്ന് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നോക്കി, HC1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്തുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് കുറഞ്ഞു, സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. നോക്കി, കുറേ സമയം കഴിഞ്ഞിട്ട് ഈ HC2 എന്ന് പറയുന്ന വാല്യൂ എത്തുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് എന്ത് നേച്ചർ ആയിരിക്കും? സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ആയിരിക്കും. ഇവിടെ ആ ട്രാൻസിഷനാണ്, സൂപ്പർ കണ്ടക്ടിങ്ങിൽ നിന്ന് നോർമലിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? നോർമൽ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടൈപ്പ് 2 സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ പോയിന്റ്, ഇറ്റ്സ് ഹാവ് 2 ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ്സ് ഹാവ് 2 ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഏതൊക്കെയാ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് HC1ഉം HC2. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ എന്താണ്? ഗ്രാജുവൽ ആണ്. ഓക്കെ, അപ്പോൾ എഴുതാം ട്രാൻസിഷൻ ഫ്രം സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ് ഈസ് ഗ്രാജുവൽ. ഓക്കെ, അപ്പോൾ ആ പോയിന്റും കഴിഞ്ഞല്ലോ. നമുക്കിനി ഓരോന്നും വ്യക്തമായിട്ട് നോക്കാം. ഇനി എന്താ റിലേഷൻ? നമുക്കൊരു ഗ്രാഫും കൂടെ വരയ്ക്കാം. എന്താണ്? എക്സ് ആക്സിസിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, വൈ ആക്സിസിൽ എന്താ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? വൈ ആക്സിസിൽ നമ്മൾ റെപ്രസെന്റ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മാഗ്നറ്റൈസേഷൻ കൂടി HC1 എത്തുമ്പോൾ അതിന്റെ എന്ത് നഷ്ടപ്പെട്ട് തുടങ്ങും? സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ നഷ്ടപ്പെട്ട് തുടങ്ങും. ഓക്കെ,
ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ എന്ത് ചെയ്യുന്നത് നോർമൽ സ്റ്റേറ്റിലെത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റീജിയൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് റീജിയൻ ഇതാണ് 0. അപ്പോൾ ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് H, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് HC1 എന്ന് പറഞ്ഞാൽ ഏത് റീജിയൻ ആണ് നിങ്ങൾ നോക്കി? ഇതാ ഈ റീജിയൻ കണ്ടോ. ഈ റീജിയനിൽ എന്താണ്, ഏത് സ്റ്റേറ്റിലാണ്? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആണ്. ഓക്കെ കണ്ടോ, ഇവിടെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, ആ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ എന്ത് ഒബേ ചെയ്യും? ഒബേ മേസണർ എഫക്റ്റ്. മേസണർ എഫക്റ്റ് ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്ത് പോകുന്നു. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റിപ്പൽ ചെയ്ത് പോകുന്നു. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റിപ്പൽ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയേ, അടുത്ത റീജിയൻ നോക്കാം. HC1 മുതൽ HC2 വരെ, ദാ ഈ റീജിയൻ HC1 മുതൽ HC2 വരെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ബിറ്റ്വീൻ HC1 ആൻഡ് HC2. നിങ്ങൾ നോക്കി, ഇവിടെ എന്ത് ബിഹേവിയർ ആണ്? ഒരു രണ്ടും കെട്ട ബിഹേവിയർ ആണ്. സൂപ്പർ കണ്ടക്ടിങ് ആണോ എന്ന് വെച്ചാൽ ആണ്, എന്നാൽ മറ്റേ നോർമൽ സ്റ്റേറ്റ് ആണോ എന്ന് വെച്ചാൽ ആ രണ്ടും കെട്ട ബിഹേവിയർ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കലി അത് സൂപ്പർ കണ്ടക്ടർ ആണ്. ഇലക്ട്രിക്കലി ഇറ്റ് ഇസ് സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ, സൂപ്പർ കണ്ടക്ടർ ആണ്. ഇലക്ട്രിക്കലി അതെന്താണ്? സൂപ്പർ കണ്ടക്ടർ ആണ്. പക്ഷേ നിങ്ങൾ നോക്കിയേ, അതിന് കുറച്ച് സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് മാഗ്നറ്റിക് ഫീൽഡിനെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ മേസണർ എഫക്റ്റ് ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ മെറ്റീരിയൽ എന്താണ്? മെറ്റീരിയൽ ഡസ് നോട്ട് ഒബേ എന്താണ്? മേസണർ എഫക്റ്റ്. ഓക്കെ, മേസണർ എഫക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഏത് റീജിയൻ ആണ്? അടുത്ത റീജിയൻ HC-യെക്കാളും കൂടിയത് ഈ റീജിയൻ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗ്രേറ്റർ ദാൻ HC. കണ്ടോ, ഈ റീജിയൻ. ആ റീജിയനിൽ എന്താണ്? നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ മേസണർ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ഉള്ളിടത്തോളം കാലം അത് ഒബേ ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ മേസണർ എഫക്റ്റ് ഒബേ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ മേസണർ എഫക്റ്റ് ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എന്താണ്? ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ഡസ് നോട്ട് ഒബേ എന്താണ്? മേസണർ എഫക്റ്റ് കംപ്ലീറ്റ്ലി. കാരണം എന്താ? നിങ്ങൾ നോക്കിയേ, ടൈപ്പ് 1ന്റെ ഗ്രാഫ് എന്താ? ടൈപ്പ് 1ന് ഇവിടെ മാത്രമേ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ഉള്ളൂ. ആ സമയത്ത് അത് ഒബേ ചെയ്യുന്നുണ്ട്. ഇവിടെ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ അല്ല, നോർമൽ നേച്ചർ ആണ്. പക്ഷേ ഇവിടെ നോക്കി, ടൈപ്പ് 2 നോക്കി, ടൈപ്പ് 2 നോക്കുമ്പോൾ ഇവിടെ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ഉണ്ട്, പക്ഷേ ഇവിടെയും ചെറുതായിട്ട് സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ഉണ്ട്. പക്ഷേ ഇവിടെ ഒബേ ചെയ്യുന്നില്ല. കണ്ടോ, ഇവിടെ മേസണർ എഫക്റ്റ് ഒബേ ചെയ്യുന്നില്ല, ഇവിടെ മേസണർ എഫക്റ്റ് ഒബേ ചെയ്യുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മേസണർ എഫക്റ്റ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ടൈപ്പ് 2 സെമി കണ്ടക്ടറിന് നമ്മൾ വേറൊരു പേര് പറയാറുണ്ട്. എന്താണ് നമ്മൾ വേറൊരു പേര് പറയുന്നത്? ഹാർഡ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്ന പോർഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും? ആദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ, തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കംപ്ലീറ്റ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് സൂപ്പർ കണ്ടക്ടിവിറ്റി ചോദിക്കാം. എന്താണ് TC, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? എന്താണ് ക്രിട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മേസണർ എഫക്റ്റ്. ഓക്കെ, മേസണർ എഫക്റ്റ്. അടുത്ത അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ്? സെമി കണ്ടക്ടർ, സൂപ്പർ സെമി കണ്ടക്ടർ. ഇത് എന്താണെന്ന് ചോദിക്കാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് എന്താണ്? സൂപ്പർ കണ്ടക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൂപ്പർ കണ്ടക്ടർ. അതിൻ്റെ ആപ്ലിക്കേഷൻ ഒരു തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, ഇപ്പം നിങ്ങളിത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. കാരണം നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടർ എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ 2-3 പോയിന്റ്സ് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഈ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഗുണം എന്താ? റെസിസ്റ്റൻസ് 0 ആണ്. ഒരു വയറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു ലോസ് ഉണ്ട്. ദാറ്റ് ഈസ് I²R ലോസ്. എന്താണോ റെസിസ്റ്റൻസ്, എന്താണോ കറണ്ട് പോകുന്നത്, കറണ്ട് ഇൻറ്റു R റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ എന്ന് പറയുമ്പോൾ അതിന് റെസിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് 0 ലോസ് ഇല്ല, അല്ലേ? ലോസ് ഇല്ലാതെ നമുക്ക് കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ. ഓക്കെ,
ട്രാൻസ്മിഷൻ. ഇലക്ട്രിക് ട്രാൻസ്മിഷൻ എന്താണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രിസിറ്റി യൂസിങ് ഏതാണ്, യൂസിങ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, സൂപ്പർ കണ്ടക്ടർ ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ഗുണം, സോ വി ക്യാൻ റെഡ്യൂസ് ലോസസ്. ഓക്കെ, ദാറ്റ് ഈസ് എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇനി നമ്മൾ നോക്കിയേ, നമ്മൾ ജനറേറ്റേഴ്സും മോട്ടോഴ്സും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചുള്ള ഗുണം എന്താ, ഭയങ്കര എഫിഷ്യൻറ്റും ആയിരിക്കും, അതിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് generators and motors. If generators and motors are made up of superconductors. ഓക്കെ, സൂപ്പർ കണ്ടക്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താണ്, we can improve efficiency, പിന്നെ അതുപോലെ തന്നെ and reduce സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു 3 പോയിന്റ് നിങ്ങൾ പഠിക്കണം. അടുത്ത് നമുക്ക് ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട്. അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതോറും പഠിക്കും. ഇപ്പം ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, ടു ഡിറ്റക്ട് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു പ്രോബ്ലംസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2-3 പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം നോക്കാം. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഒരു ഫോർമുല പഠിച്ചാൽ മതി, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഫോർമുല നമുക്ക് വേണ്ട ഫോർമുല, പഠിക്കേണ്ട ഫോർമുല ഞാൻ എഴുതാം. ക്രിട്ടിക്കൽ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഈക്വൽ, നമ്മൾ പഠിച്ചു H0 × 1 - T/Tc the whole square. ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ ആ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ആ ടോപ്പിക്കിൽ നിന്ന് ഏത് പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ടി എന്ന് പറയുന്നത് എന്താണ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ടി സി എന്ന് പറയുന്നത് എന്താണ്, ടി സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് എ നിയോബിയം ഈസ് 1 × 10⁵. എന്താണ് തന്നിരിക്കുന്നത്, ക്രിട്ടിക്കൽ ഫീൽഡ്. അപ്പോൾ ക്രിട്ടിക്കൽ ഫീൽഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന HC അല്ലേ, HC ഓഫ് ടി. ഒന്നുകൂടെ വായിക്കാം. ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് എ നിയോബിയം ഈസ് 1 × 10⁵ അറ്റ് 8 കെൽവിൻ. അതായത് ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് ഏത് ടെമ്പറേച്ചറിലാണ്, 8 കെൽവിനിൽ എത്രയും തന്നിട്ടുണ്ട്, 1 × 10⁵ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് നിയോബിയം ഈസ് 1 × 10⁵ at 8K and 2 × 10⁵ at 0K. ഓക്കെ, അത് കൊള്ളാലോ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ളത് HC ഓഫ് 8K എത്രയാണ് തന്നിട്ടുണ്ട്, 1 × 10⁵ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് നിയോബിയം ഈസ് 2 × 10⁵ at 0 കെൽവിൻ. ഓക്കെ, HC ഓഫ് 0 കെൽവിനിൽ എത്രയും തന്നിട്ടുണ്ട്, 2 × 10⁵. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഇസ് H0 എന്ന് പറഞ്ഞാൽ HC ഓഫ് 0 ആണ് H0 എന്ന്, അതും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ഈ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്, ഈ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. എന്താ കാൽക്കുലേറ്റ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് ദ എലമെന്റ്. അതായത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ TC കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് നോക്കിയേ, ഈ ഒരു റിലേഷൻ ഉണ്ട്. ഇതാ ഒന്നുകൂടെ എഴുതാം. HC ഓഫ് T ഈക്വൽ ടു H0 × 1 - T/Tc the whole square. ഓക്കെ, ഈ ഒരു റിലേഷനിൽ ഈ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഏത് കെൽവിനാ, 8K അല്ലേ, 8K തന്നിട്ടുണ്ട്. ഏതാ കണ്ടുപിടിക്കേണ്ടത്, TC, ട്രാൻസിഷൻ ടെമ്പറേച്ചർ. കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ H0 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് HC ഓഫ് T ഡിവൈഡഡ് ബൈ H0 ഈക്വൽ ടു, ഇവിടെ എന്ത് എഴുതാം, 1 - ബാലൻസ് ഉള്ളതാണ് 1 - T / Tc the whole square. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് T/Tc the whole square. T/Tc the whole square equal to 1 - HC of T divided by H0. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഈ രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും, T/Tc ആവും അല്ലേ. പിന്നെ എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് 1 - HC of T divided by H0. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇപ്പം നോക്കി, A² ഈക്വൽ ടു 1 - X എന്നിരിക്കട്ടെ. നമുക്കിവിടെ A കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കാം അല്ലേ. സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ നമുക്കിതാ ഇവിടെ സ്ക്വയർ ആണ്,
സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇതെന്ത് വരും? ഇത് എ ആവും, ഇതിന്റെ സ്ക്വയർ റൂട്ട് 1 - 6. അതേപോലെയാണ് ഇത് എയുടെ പ്ലേസിലാണ് സ്ക്വയർ ഉണ്ട്. ഓക്കെ, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ടി സി ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ടി സി നമുക്ക് കണ്ടുപിടിക്കാം. ടി സി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ സാധനത്തിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ടി ഡിവൈഡഡ് ബൈ √1 - hc of t divided by h equal to tc. അപ്പോൾ ടി സിയുടെ ഫൈനൽ ഫോമുല കിട്ടിയില്ലേ? ടി സി ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ √1 - hc of t divided by h. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട് അവർ. എന്താ? നിയോബിയത്തിൻ്റെത് 1 × 10⁵ ആണ്. അറ്റ് ഏത് ടെമ്പറേച്ചർ ആണ്? 8 കെൽവിനിൽ. സോ 8 കെൽവിൻ ടെമ്പറേച്ചർ എടുക്കുക, 8 കെൽവിൻ. 8 ഡിവൈഡ് ബൈ √1 - hc of t തന്നിട്ടുണ്ട്. എന്താണ് hc of t? അവർ എത്രയാണ് തന്നിരിക്കുന്നത്? 1 × 10⁵ അല്ലേ? അതായത് 1 × 10⁵ 10⁵. h തന്നിട്ടുണ്ട്, h0 അല്ലേ? h0 തന്നിട്ടുണ്ട്. h0 എത്രയാണ് തന്നിരിക്കുന്നത്? 2 × 10⁵. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം 2 × 10⁵. ഓക്കെ, 10⁵ 10⁵ ക്യാൻസൽ ചെയ്യും. 8 ഡിവൈഡ് ബൈ √1 - ഇവിടെ ബാലൻസ് എന്താ വരുന്നത്? 1/2. ദാറ്റ് ഇസ് 8 ഡിവൈഡ് ബൈ √0.5 വരും. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? hc of t യും hc തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കും? ടി സി തന്നിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏത് ദിവസം ചോദിക്കാം? ചിലപ്പോൾ ഇതെല്ലാം തന്നിട്ട് hc of t കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഈ ഒരു ഫോമുലയിൽ ആ 3 ക്വാണ്ടിറ്റീസ് മാറി മാറിയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ നോക്കി ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് ലെഡ് ഈസ് 7.2 K. എന്താണ്? ടി സി. ടി സി എന്ന് പറയുന്നത് എത്രയാണ്? 7.2 K. അറ്റ് ഏത് ടെമ്പറേച്ചർ? ടി സി ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അതായത് ഒരു ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിങ്ങൾ ടെമ്പറേച്ചർ കുറച്ച് 7.2 ആകുമ്പോൾ അതെന്തായി? സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ടാവും. ഹൗവർ അടുത്തെന്താ പറയുന്നത്? ഹൗവർ അറ്റ് 5 K ഇറ്റ് ലൂസസ് സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി. അതായത് അറ്റ് 5 K 7.2 Kയിലാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരുന്നത്. പക്ഷേ 5 K വരുമ്പോൾ അതിന് എന്ത് ചെയ്തു? അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ ലോസ് ചെയ്തു. ഇഫ് സബ്ജക്റ്റഡ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 3.3 × 10⁵. അതായത് ടെമ്പറേച്ചർ 5 K ആയപ്പോൾ അതിൻ്റെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് hc of t എന്തായി? 3.3 × 10⁴ ആയി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ടെമ്പറേച്ചർ 5 K ആയപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 3.3 × 10⁴ ആണ്. ഓക്കെ, ഈ ടെമ്പറേച്ചർ എത്രയാണ്? 5 K. ഇനി പറയുന്നു ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹെച്ചിൻ്റെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക വിച്ച് അലോ ദ മെറ്റൽ ടു റീറ്റെയിൻ ഇറ്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി അറ്റ് 0 കെൽവിൻ. ഓക്കെ, അതായത് മാക്സിമം വാല്യൂ ഓഫ് ഹെച്ച് കണ്ടുപിടിക്കണം അറ്റ് ഏത് കെൽവിനാണ്? 0 കെൽവിനിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമുക്കറിയാലോ hc of t ഈക്വൽ ടു h0 × 1 - t/tc². ഓക്കെ, എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹെച്ച് വിച്ച് അലോ മെറ്റൽ ടു റീറ്റെയിൻ ഇൻ സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്റ്റീവ് നേച്ചർ റിമെയിൻ ചെയ്യാനായിട്ട് 0 കെൽവിനിൽ എത്രയാണ് വേണ്ടത്? അതിനെ വിളിക്കുന്ന പേര് 0 കെൽവിനിൽ വേണ്ട മാഗ്നറ്റൈസേഷൻ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ്, ക്രിട്ടിക്കൽ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് h0. അപ്പോൾ അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 0 കെൽവിനിൽ സൂപ്പർ കണ്ടക്റ്റീവ് നേച്ചർ റീറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ട ക്രിട്ടിക്കൽ ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? h0 അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ ഗ്രാഫ് പഠിപ്പിച്ചത്? 0 കെൽവിനിൽ ആ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്റ്റീവ് ആയിരിക്കണമെങ്കിൽ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണം? h0 കൊടുക്കണം. സോ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന h0 ആണ്. hc of t അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് hc of 5 തന്നിട്ടുണ്ട്. എത്രയാണ്? 3.5 × 10⁴. നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 3.5 × 10⁴. ഓക്കെ, ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നോക്കാം. ഇത് തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചറും ഉണ്ട്, ടി സി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അവർ തന്നിട്ടുണ്ട് 7.2 K. നമ്മൾ ഏത് ടെമ്പറേച്ചറാണ് കൺസിഡർ ചെയ്യുന്നത്? 5 Kയിലെ 5 Kയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് എടുക്കുന്നത്. സോ നോക്കി, ഇതെന്താ? 5 Kയിലെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ടെമ്പറേച്ചറിന് എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്താ കണ്ടുപിടിക്കുന്നത്? hc of t ഈക്വൽ ടു h0 × 1 - t/tc² ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കുന്നത് h0. അപ്പോൾ h0 കണ്ടുപിടിക്കാൻ അത് മാത്രം ഇടാം. അപ്പോൾ ഇതെന്ത് വരും? താഴോട്ട് വരും. hc of t ഡിവൈഡ് ബൈ 1 - t/tc². അപ്പോൾ hc of t എന്താണ്? 3.5 × 10⁴ ആണ് hc. ഓക്കെ, ഏത് ടെമ്പറേച്ചറിലാണ്? 5 K. ദാറ്റ് ഈസ് 1 - ടെമ്പറേച്ചർ ഏതാണ്? 5 K ഡിവൈഡ് ബൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? 7.2. കണ്ടോ? ² കണ്ടോ? അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് ലെഡ് ഈസ്
7.26 K. എന്താണ് ലെഡിന്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്രയാണ് 7.26 K ആണ്. ദ മാക്സിമം ക്രിട്ടിക്കൽ ഫീൽഡ് ഫോർ ദ മെറ്റീരിയൽ ഈസ് 8 × 10⁵. മാക്സിമം ക്രിട്ടിക്കൽ ഫീൽഡ് നമ്മുടെ ഫോർമുല തന്നെ എഴുതി HC of T ഈക്വൽ ടു എന്താണ് H0 × 1 - T/Tc the whole square. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ക്രിട്ടിക്കൽ മാഗ്നിറ്റ്യൂഡിന്റെ മാക്സിമം വാല്യൂ ഇതിനെ വിളിക്കുന്ന പേരാണ് H0. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് 8 × 10⁵. അതായത് H0 തന്നിട്ടുണ്ട് എത്രയാണ് 8 × 10⁵. lead has to be used as a superconductor. Superconductor ആയിട്ട് ഉപയോഗിക്കണം. സബ്ജക്ട് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 4 × 10⁴. അപ്പൊ Hc ഓഫ് T തന്നിട്ടുണ്ട് എന്താണ് 4 × 10⁴. അപ്പൊ നിങ്ങൾ നോക്കി, ഇതാ ഇത് തന്നിട്ടുണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ നോക്കി എന്തായിരിക്കും നോക്കി, വാട്ട് ഇസ് എ പ്രിക്കോഷൻ വിൽ ബി ടേക്കൺ. അതായത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതാം Hc of T ഈക്വൽ ടു H0 × 1 - T/Tc the whole square. എന്താ കണ്ടുപിടിക്കുന്നത്, T ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഈ H0 താഴെ കൊണ്ടുപോകാം. Hc of T ഡിവൈഡ് ബൈ H0 ഈക്വൽ ടു അപ്പൊ എന്ത് വരും 1 - എന്താണ് T/Tc the whole square. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ T/Tc the whole square ഈക്വൽ ടു 1 - ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ Hc of T ഈ ക്വാണ്ടിറ്റി ആണ് ഇപ്പുറത്തോട്ട് വരുന്നത് ഡിവൈഡ് ബൈ H0. ദാറ്റ് ഈസ് T divided by Tc the whole square equal to 1 - Hc of T divided by H0. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഇത് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. ഇവിടെ സ്ക്വയർ മാറ്റുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് വരും. ദാറ്റ് ഈസ് T. ഈ Tc നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് Tc × √1 - Hc of T divided by H0. കണ്ടോ, Tc നമുക്കുണ്ട്. Tc എത്രയാണ്, Tc 7.26 √1 - Hc of T ഉണ്ട് എന്താണ് 4 × 10⁴ ആണ് 4. അടുത്ത H0 ഉണ്ട്. H0 എത്രയാണെന്ന് പറയുന്നത് 8 × 10⁵. 8 × 10⁵. കാൽക്കുലേറ്റ് എടുക്കുക, ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത ചെറിയൊരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പ്രോബ്ലംസ് ചെയ്യിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ എക്സാമിൻ്റെ തലേന്നാണെങ്കിൽ ഇതിപ്പം പ്രോബ്ലം ചെയ്ത് നോക്കിയില്ലെങ്കിലും വിഷയമില്ല, നിങ്ങൾക്ക് തിയറിയിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് BCS തിയറി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് BCS തിയറി എന്ന് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കി, ഒരു മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലേ. ഈ മെറ്റീരിയലിന് ഒരു നമുക്ക് മെറ്റീരിയൽ പല രീതിയിൽ ബിഹേവ് ചെയ്യാം. ഒരു ബിഹേവിയർ എന്താണ് നോർമൽ ബിഹേവിയർ. എന്താണ് നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, ഒരുപാട് ലാറ്റിസ്, ഒരു ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ഈ ലാറ്റിസ് പോയിന്റ്സിൽ എന്തുണ്ടായിരിക്കും, ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വൃത്തിക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, ഇപ്പം നമുക്ക് ഒരു മെറ്റീരിയൽ എടുക്കുന്നു, അതിൽ ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ലാറ്റിസ് പോയിന്റ്സിലായിരിക്കും ആറ്റംസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കി, ഇതാണ് നമ്മുടെ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. നോക്കി ശ്രദ്ധിച്ചാൽ ഇതാണ് ലാറ്റിസ് പോയിന്റ്സ്. അപ്പോൾ ഈ ലാറ്റിസ് പോയിന്റ് നോക്കി, പോയിന്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ ഒരു മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ ബിഹേവിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സാധാരണ ഒരു മെറ്റീരിയലാണ്, ഒരുപാട് ആറ്റംസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർമൽ ടെമ്പറേച്ചർ നമ്മുടെ റൂം ടെമ്പറേച്ചർ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, റൂം ടെമ്പറേച്ചർ. ഈ റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തിരിക്കുന്ന ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ ലാറ്റിസ് പോയിന്റ്സിലും എന്തുണ്ട്, ആറ്റംസ് പ്ലേസ്ഡ് ആണ്. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ ഇതിന്റെ ബിഹേവിയർ പറഞ്ഞാൽ ഓരോ ആറ്റംസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഉണ്ടോ, ഇതിൽ ഓരോ ആറ്റംസ് ഇതെല്ലാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഒരു ഇലക്ട്രോൺ ശ്രദ്ധിച്ചേ, നോക്കിയേ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വരുവാണ്. ഓക്കെ, ഇതാ നോക്കിയേ, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാണ്. നോക്കിയേ, അപ്പോൾ ഇലക്ട്രോൺസ് നമ്മുടെ മെറ്റീരിയലിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു സാധാരണ മെറ്റീരിയൽ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും ഓരോ ആറ്റംസും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കി, ഇതാ ഈ ഒരു ആറ്റം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇലക്ട്രോൺ വരുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഹൈ എനർജി വരുവാണ് അല്ലേ. അപ്പോൾ ഇതാ കണ്ടോ, ഒരാൾ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം, ഉടനെ എവനുമായിട്ട് കൊളൈഡ് ചെയ്യും അല്ലേ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യുമ്പോൾ നല്ല എനർജിയിൽ വരുന്ന ഇലക്ട്രോൺസിന് അതിൻ്റെ എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഇങ്ങനെ പോവേണ്ട ആള് സ്കാറ്ററിങ് നടക്കും അല്ലേ, ഇങ്ങനെ മാറിയങ്ങ് പോകും. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ എനർജി നഷ്ടപ്പെട്ട് അത് സ്കാറ്റർ ചെയ്യും.
അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുകയെ ഇങ്ങനത്തെ ഒരു വൈബ്രേഷൻ ഇല്ല, ഇങ്ങനത്തെ ഒരു ആറ്റത്തിന്റെ വൈബ്രേഷൻ ഇല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ട്രാവൽ ചെയ്ത് ഇതുവഴി പോകും അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുകയെ, ഞാനിവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, ആ മെറ്റീരിയലിൽ ഇതൊരു മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യുക, ബാറ്ററി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കിയേ, ഇതാ ഇലക്ട്രോൺസ് നോക്കി, ഇവിടെ വരുന്ന ഇലക്ട്രോൺസിന് നേരെ ഈ ബാറ്ററി എന്ത് ചെയ്യും, നേരെ കണ്ടോ ബാറ്ററി ഇങ്ങനെ, അല്ലെങ്കിൽ ബാറ്ററിയുടെ പൊളാരിറ്റി ഒന്ന് തിരിച്ചു വരയ്ക്കാം. അപ്പം നമ്മൾ പറഞ്ഞ ഇതുമായിട്ട് സിമിലർ ആയിട്ട് പൊയ്ക്കോളും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ വരുന്ന നോക്കിയേ, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങനെ ട്രാവൽ ചെയ്തു ഇവിടെ എത്തുമ്പോൾ ഈ ബാറ്ററി അട്രാക്ട് ചെയ്ത് നേരെ ഇത് വഴി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാവൽ ചെയ്യണം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇലക്ട്രോൺസ് വരുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, നോക്കിയേ ശ്രദ്ധിച്ച്, ഈ ആറ്റമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. കാരണം ആറ്റം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊളൈഡ് ചെയ്യുമ്പോൾ അവൻ്റെ എനർജി നഷ്ടപ്പെടുന്നു, അവൻ സ്കാറ്റർ ചെയ്ത് അവൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ആറ്റം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ആറ്റത്തിൽ പോയി ഇടിക്കുന്നു, അവൻ്റെ എനർജി കുറയുന്നു, അവൻ സ്കാറ്റർ ചെയ്യുന്നു. കണ്ടോ, ഇതിവിടെ പോയി ഇടിക്കുന്നു, അവൻ സ്കാറ്റർ ചെയ്യുന്നു, എനർജി കുറയുന്നു, എന്നിട്ടാണ് ഇറങ്ങി വരുന്നത്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലേ, ഈ ഒരു മെറ്റീരിയലിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയലിന് റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ് അല്ലേ. കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് റെസിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു നോർമൽ മെറ്റീരിയൽ. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ബിഹേവിയറിൽ നിന്ന് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്റ്റീവ് ബിഹേവിയർ കാണിക്കുന്നത്? ഇതൊരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ ഒരു മെറ്റീരിയലിന്റെ ബിഹേവിയർ ആണ്. കാരണം ഇലക്ട്രോൺസ് വരുന്നു, ഇവൻ കൊളൈഡ് ചെയ്യുന്നു, ഈ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവൻ കൊളൈഡ് ചെയ്ത് എനർജി നഷ്ടപ്പെടും, അവൻ സ്കാറ്റർ ചെയ്ത് പോകുന്നു. സോ കറണ്ട് ഫ്ലോയിനെ ഇലക്ട്രോൺ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നു. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം അവിടെ എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ബിഹേവിയറിൽ നിന്ന് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ബിഹേവിയർ കാണിക്കുന്നത്? എന്താണ് ഈ ഒരു നോർമൽ പ്രോസസ്സിൽ നിന്ന്, നോർമൽ ഒരു മെറ്റീരിയലിന്റെ ബിഹേവിയറിൽ നിന്ന് എങ്ങനെയാണ് സൂപ്പർ കണ്ടക്റ്റീവ് ബിഹേവിയർ ഒരു മെറ്റീരിയൽ കാണിക്കുന്നത്? ഇതാണ് BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ BCS തിയറി എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ദാറ്റ് ഡിഫൈൻസ് ഹൗ എ മെറ്റീരിയൽ ബിഹേവ്സ് ലൈക്ക് എ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്റ്റീവ് ബിഹേവിയർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച്, ഇതേ മെറ്റീരിയൽ തന്നെ എടുക്കാൻ പോവാണേ. ഓക്കെ, ഇത് തന്നെ ഞാനൊന്ന് കോപ്പി എടുക്കുകയാണ്. നമ്മുടെ ഒരു സെയിം മെറ്റീരിയലാണേ. ഓക്കെ, സെയിം മെറ്റീരിയൽ, ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു, ഇപ്പം നമ്മൾ പറയുന്നു ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് വയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ ട്രാൻസിഷൻ ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അവിടെ നിന്നോട്ടെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഓരോ ആറ്റംസും ശ്രദ്ധിച്ച്, ഓരോ ആറ്റംസും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരു ആറ്റം എടുത്തേ, ഒരു ആറ്റം നമുക്ക് വലുതായിട്ട് വരയ്ക്കാം. ഓക്കെ, ഞാനിതിൽ ഒരു ആറ്റം എടുത്തു. ഇതിനെന്തുണ്ട്, സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, വാലൻസ് ഷെല്ലിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുകയെ, നമ്മുടെ ചില ആറ്റംസ് എന്ത് ചെയ്യുന്നു, വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. കാരണം ഈ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസുമായിട്ടുള്ള ഫോഴ്സ് അല്ല, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറവായിരിക്കും. സോ ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ, നോക്കിയേ, ഇവിടെ നിന്ന് ഈ ഒരു ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, പുറത്തു വന്നു. ഡൗട്ട് ഉണ്ടോ? അതായത് ഒരു ഇലക്ട്രോൺ ഡിറ്റാച്ച്ഡ് ആയി അല്ലേ, ഒരു വാലൻസ് ഇലക്ട്രോൺ ഡിറ്റാച്ച്ഡ് ആയി. ഇപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു പോയി അല്ലെ, അപ്പം ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഈ ആറ്റം ഇപ്പോൾ എന്ത് ചാർജ്ഡ് ആയി, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. കാരണം പോസിറ്റീവ് അയോൺസ് ആയി മാറി അല്ലേ. അതായത് ആ ആറ്റത്തിന് ഒരു ഇലക്ട്രോണിന് നഷ്ടപ്പെട്ടപ്പോൾ എന്തായി, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറി. അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുക, ഇതിലുള്ള എല്ലാ ആറ്റവും ഇതുപോലെ എന്ത് ചെയ്യുന്നു, വാലൻസ് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തു അല്ലെ. വാലൻസ് ഇലക്ട്രോൺസ് അവിടെ നിന്ന് ആ ആറ്റത്തിൽ നിന്ന് പുറത്തു വന്നു അല്ലെ, ഡിറ്റാച്ച്ഡ് ആയി. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിലെ ഓരോ ആറ്റംസും എന്തായിട്ട് മാറും, അയോൺസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, ഇപ്പോൾ ഓരോ ആറ്റം എന്താണ്, പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് ആയി മാറി. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് അയോൺ കണ്ടോ, ഞാൻ പോസിറ്റീവ് ചാർജ്ഡ് അയോണായി. ഇപ്പോൾ എല്ലാ ആറ്റംസും എന്താണ്, അയോൺസ് ആയിട്ടാണ് ഇരിപ്പുണ്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ സീറോ റെസിസ്റ്റൻസ് വളരെ കുറവായിട്ട് എങ്ങനെയാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഓരോ ആറ്റവും എന്താണ്, അയോൺസ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഓരോ ലാറ്റിസ് പോയിന്റ്സിലും അയണൈസ്ഡ് കണ്ടീഷനാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാം, ഒരു ഇലക്ട്രോൺ ശ്രദ്ധിച്ചേ, നോക്കിയേ, ഒരു ഇലക്ട്രോൺ നോക്കിയേ, ഈ ഇലക്ട്രോൺ ഇങ്ങനെ ട്രാവൽ ചെയ്യണം കണ്ടോ. ഇവിടെ നോക്കിയപ്പോൾ ഇത് അയോണൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, പ്രത്യേകിച്ച് വൈബ്രേഷൻസും അങ്ങനെയൊന്നുമില്ല. ഇലക്ട്രോൺ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവാണ് അല്ലേ. നോക്കിയേ, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ ചുറ്റും കുറേ പോസിറ്റീവ് അയോൺസും ഉണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കിയേ, ഈ ഇലക്ട്രോൺ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന അയോൺസിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും മാറ്റം വരുന്നത്, ആ നിയറസ്റ്റ് ഇതിനെ അട്രാക്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് വരയ്ക്കാം. ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം. എന്താണ് മാറ്റം വരുന്നത് നോക്കി ശ്രദ്ധിച്ച്, ആ മാറ്റം ഞാൻ എന്താണെന്ന് വരയ്ക്കാം. നിങ്ങൾ നോക്കിയേ,
എന്തൊക്കെയാണ് മാറ്റം വരുന്നത് ശ്രദ്ധിച്ച്. അതായത് നോക്കി, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കി, ഞാൻ ഇത്രയും ഒന്ന് റബ്ബ് ചെയ്യുകയാണ്. ഇത്രയും റബ്ബ് ചെയ്യുമ്പോൾ ഇതാ നോക്കി, ഇവിടെ ഞാൻ നേരത്തെ വരച്ചതുപോലെ ഇലക്ട്രോൺസ് വരയ്ക്കുവാണ്. ഓക്കെ, ഈ ഇലക്ട്രോൺസിൻ്റെ അടുത്തോട്ട് ആര് ട്രാവൽ ചെയ്യും, ഈ പോസിറ്റീവ് അയോൺസ് ഇലക്ട്രോൺസിൻ്റെ അടുത്തോട്ട് ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് അയോൺസ് നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് വരയ്ക്കാം. നോക്കി, പോസിറ്റീവ് അയോൺസ് ഇലക്ട്രോണിൻ്റെ അടുത്തോട്ട് വരയ്ക്കാം. ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നോക്കി, ഞാൻ വരയ്ക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിങ്ങനെ നോക്കി, ഇതിങ്ങനെ ഇതാ കണ്ടോ. നോക്കി, ഞാൻ ഇപ്പോൾ വരച്ച എന്താണ് വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഈ ഒരു ഫിഗർ നോക്കി, ഈ ഒരു ഏരിയയാണ് ഞാനിവിടെ മാറ്റി വരച്ചത്. കാരണം ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ശ്രദ്ധിച്ച്, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺസിനെ ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യും. കണ്ടോ, അട്രാക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഈ അയോൺസ് കണ്ടോ, അവരുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അവർ മാറി. ഒറിജിനൽ പൊസിഷൻ നോക്കി, ഒറിജിനൽ പൊസിഷൻ ഇവിടെയായിരുന്നു അല്ലേ. ആ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അവർ കുറച്ച് മാറി അല്ലേ. അതായത് ഈ ഒരു ലാറ്റിസിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കി, നല്ല റെഗുലർ ആയിട്ട് നന്നായിട്ടിരുന്ന ആ ലാറ്റിസിൻ്റെ ആ പാർട്ട് ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതിൻ്റെ എല്ലാം സൈൻ എന്താണ്, ഇതെല്ലാം പോസിറ്റീവ് ആണ് അല്ലേ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 4 സൈഡിലുണ്ടായിരുന്ന അയോൺസിനെ ഇതിങ്ങനെ അട്രാക്ട് ചെയ്തു. സോ ഈ അയോൺസ് എന്ത് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇത്രയും റീജിയൻ ശ്രദ്ധിച്ചേ നോക്കി, ഇത്രയും റീജിയൻ ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ആയി മാറി അല്ലേ. കാരണം നോക്കിയേ, ഇത് അടുത്ത് ക്രൗഡഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഏരിയ ആയിട്ട് മാറി. അപ്പോൾ ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. നോക്കിയേ, ശ്രദ്ധിച്ച്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഏരിയ കണ്ടോ, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഏരിയ. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് നമ്മുടെ മെറ്റീരിയൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള അയോൺസിനെ അട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് വിൽ ക്രിയേറ്റ്സ് എ ഡിസ്റ്റർബൻസ് ടു ദാറ്റ് ക്രിസ്റ്റൽ അല്ലേ. ആ ക്രിസ്റ്റലിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് കണ്ടോ, ഇത് തന്നെ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇവിടെ മാറി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ആ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് ചുറ്റും എന്താണ്, ഒരു പോസിറ്റീവ്ലി ചാർജ് റീജിയൻ ഫോം ചെയ്യുന്നു. കണ്ടോ, അങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായോ? ഇതെല്ലാം കൂടെ ഇങ്ങനെ പോസിറ്റീവ് അയോൺസ് എല്ലാം ഇങ്ങനെ ക്രൗഡഡ് ആവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഇതിന് ചുറ്റും ഒരു പോസിറ്റീവ്ലി കണ്ടോ, ഇവിടെ പോസിറ്റീവ് ഒരു പോസിറ്റീവ് ചാർജ്ഡ് ഇതായി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവൻ്റെ ഒരു ഫ്രണ്ട്, ഈ ഇലക്ട്രോണിൻ്റെ ഫ്രണ്ട്, ഓക്കെ, ഈ ഇലക്ട്രോണിൻ്റെ ഫ്രണ്ട് നേരെ എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തി. ഓക്കെ, അടുത്ത ഇലക്ട്രോൺ, നമുക്ക് ഒരു ഇലക്ട്രോൺ അല്ല, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ സെക്കൻഡ് ഇലക്ട്രോൺ എന്നും ഇതിനെ ഫസ്റ്റ് ഇലക്ട്രോൺ എന്നും പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, സാധാരണ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്, ഒരു ഇലക്ട്രോണും അടുത്ത ഇലക്ട്രോണും. ഈ ഇലക്ട്രോണുകൾ തമ്മിൽ എന്താണ് സാധാരണ നാച്ചുറലി ഉണ്ടാകുന്ന എന്താണ്, ഇലക്ട്രോൺസും റിപ്പൽ ചെയ്യും അല്ലേ. ഇലക്ട്രോൺസും റിപ്പൽ ചെയ്യും ഒരിക്കലും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ ഇലക്ട്രോൺസ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഇലക്ട്രോൺസ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നാച്ചുറലി സംഭവിക്കേണ്ടത് ഈ ഒന്നാമത്തെ ഇലക്ട്രോൺസും ഈ രണ്ടാമത്തെ ഇലക്ട്രോൺസും കൂടെ എന്ത് ചെയ്യണം, റിപ്പൽ ചെയ്യണം അല്ലേ. ഇവർ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഇത് തമ്മിലൊരു റിപ്പൽഷൻ, ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് കാരണമാണല്ലോ റിപ്പൽ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫോഴ്സ് F1 ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്ഡ് റീജിയൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ്ഡ് റീജിയനും ഈ നെഗറ്റീവ് ഇലക്ട്രോൺസും കൂടെ എന്ത് ടെൻഡൻസി ഉണ്ടായിരിക്കും, ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഇലക്ട്രോൺസും ഉണ്ടാകുന്ന റിപ്പൽഷനേക്കാളും കൂടുതൽ ഫോഴ്സ് ഈ ഒരു റീജിയന് കൊടുക്കാൻ പറ്റിയാൽ എന്ത് സംഭവിക്കും, ഇത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്ഡ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ചാർജ്ഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കിയാൽ, ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഈ റീജിയൻ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഡൗട്ട് ഉണ്ടോ? അതിൻ്റെ അർത്ഥം ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഹിഡൻ ആയിട്ട് അവിടെ എന്ത് സംഭവിച്ചു, ഈ ഇലക്ട്രോണുകളുടെ ഒരു പെയർ ഫോം ചെയ്തു. എന്ത് സംഭവിച്ചു, ഒരു പെയർ ഫോം ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ്, ഇലക്ട്രോൺ ഒരു മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ദീസ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഇലക്ട്രോൺസ് വിൽ അട്രാക്ട് ദാറ്റ് പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ്. ദിസ് വിൽ ക്രിയേറ്റ് എ ഡിസ്റ്റർബൻസ് ഇൻ ദാറ്റ് മെറ്റീരിയൽ. അവിടെ എന്താ സംഭവിക്കുന്നത്, എ പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ. ആ പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ എന്താ ചെയ്യുന്നത്, ഓക്കെ, ആ പോസിറ്റീവ് ചാർജ് ഈ റീജിയൻ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ റിപ്പൾഷനേക്കാളും കൂടുതൽ ഫോഴ്സ് ഈ റീജിയന് കൊടുക്കാൻ പറ്റിയാൽ എന്ത് സംഭവിക്കും, ഈ പോസിറ്റീവ്ലി ചാർജ് റീജിയൻ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അതായത് ഇവർ തമ്മിൽ ഒരു പെയർ ഫോം ചെയ്യും. ഈ പെയറിനെ വിളിക്കുന്ന പേരാണ് കൂപ്പർ പെയർ. കണ്ടോ, ആ വേർഡ് ശ്രദ്ധിക്കണം, എന്താണ് കൂപ്പർ പെയർ ജനറേഷൻ, കൂപ്പർ പെയർ. ഓക്കെ, ഇതിന് എന്തുകൊണ്ടാണ് കൂപ്പർ പെയർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത സ്റ്റേജിൽ എന്താണ്, ഇപ്പൊ ഇവർ തമ്മിൽ എന്ത്, ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ റിപ്പൽ ചെയ്ത് പോയാണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫീൽഡ് കാരണം രണ്ടാമത്തെ ഇലക്ട്രോൺ കണ്ടോ, ഒരു അട്രാക്ഷൻ, ഈ ഫീൽഡ് അട്രാക്ട് ചെയ്ത് ഇവിടെ വരും. അപ്പോൾ ഇവർ തമ്മിലൊരു ഇത് ചെയ്യും അല്ലേ, ഒരു പെയർ ഫോം ചെയ്തു. ഇനി ഇവരുടെ പോക്ക് എങ്ങനെയാണെന്നോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ,
ഇനി ഞാനിപ്പോൾ ഇത് തന്നെ ഞാനൊന്ന് കോപ്പി എടുക്കാം. ഇനി അടുത്ത സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. അടുത്ത സ്റ്റേജിൽ ശ്രദ്ധിക്കണേ നോക്കിയേ. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയും. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് 2-3 എക്സ്ട്രയും കൂടെ ഇത് വരയ്ക്കാം. ഓക്കെ, എക്സ്ട്രാ ലാറ്റിസ് പോയിന്റ്സും വരയ്ക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ശ്രദ്ധിച്ച്, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, നേരെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, യവന്മാരെല്ലാം അട്രാക്ട് ചെയ്യും. ഓക്കെ, യവന്മാരെല്ലാം അട്രാക്ട് ചെയ്യുമ്പോൾ യവന്മാരെല്ലാം എന്ത് ചെയ്യും, ആ പൊസിഷൻസ് മാറും. ഓക്കെ, അപ്പോൾ പൊസിഷൻസ് മാറുമ്പോൾ കണ്ടോ അടുത്ത് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കണ്ടോ ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യും, ചുറ്റും ഒരു പോസിറ്റീവ് ചാർജ് റീജിയൻ വരും. ഉടനെ തന്നെ കണ്ടോ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയി നോക്കിയേ, ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തു, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് റീജിയൻ ഉണ്ടായി. ഈ ഇലക്ട്രോണിനെ നേരെ എന്ത് ചെയ്യും, കണ്ടോ ഈ ഇലക്ട്രോൺ ഇതിനകത്തോട്ട് വരുന്നു, ഈ റീജിയൻ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും. കണ്ടോ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ രണ്ടാമത്തെ ഇലക്ട്രോൺ ഇവിടെ എത്തും. ഓക്കെ, അതിന്റെ അർത്ഥം ഈ ഇലക്ട്രോൺ പുറത്ത് ചാടിയാൽ അതിന്റെ പുറകെ എവനും വരും. കണ്ടോ, അതായത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊരു പെയറാണ്. ഈ ഇലക്ട്രോൺ പുറത്ത് ചാടിയാൽ അപ്പം തന്നെ ഈ ഇലക്ട്രോണും കൂടെ വരും. അതായത് നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, ഒരു ഇലക്ട്രോൺ പോകുന്നതാണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, ഒരു ഇലക്ട്രോൺ ഇവിടെയുണ്ട്, ബാക്കിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഉണ്ടോ, ഇവന്മാർ രണ്ടും ഇങ്ങനെ പോവാണ്, ഇടിച്ചിടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ പോയി കഴിഞ്ഞാൽ അടുത്തവൻ പോകും. ഇതൊരു പെയർ ആയിട്ടാണ് പോകുന്നത്. ഡൗട്ട് ഉണ്ടോ, പെയർ കണ്ടോ, ആദ്യം ഒരു ഇലക്ട്രോൺ വരുന്നു, ഇവൻ റിപ്പൽ ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ഫോഴ്സ് കാരണം, ആ പോസിറ്റീവ് ചാർജ് റീജിയൻ കാരണം ഇവരിങ്ങനെ ഒരു പെയർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് ഇവൻ നോക്കി ഇങ്ങനെയാണ് പോകുന്നത്. നോക്കി എവൻ ഇങ്ങോട്ട് പോയാൽ എവൻ ഇങ്ങോട്ട് പോകും, എവൻ ഇങ്ങോട്ട് പോയാൽ എവൻ ഇങ്ങോട്ട് പോകും. കണ്ടോ, ഇങ്ങനെ പെയർ ആയിട്ടാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാകണ്ടോ, ഇങ്ങനെ രണ്ടുപേര് ട്രാവൽ ചെയ്യുന്നതായിട്ട് തോന്നും, വളരെ പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്നതായിട്ട് തോന്നും. കണ്ടോ, അപ്പോൾ ഇതിനെ വിളിക്കുന്നത് കൂപ്പർ പെയർ ജനറേഷൻ. ഈ കൂപ്പർ പെയേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ മെറ്റീരിയലിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഒരു കൂപ്പർ പെയർ ആണോ, ഒരുപാട് കൂപ്പർ പെയറുകൾ ജനറേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ നോക്കിയേ, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ നോർമൽ ഓപ്പറേഷൻ എന്താ പറഞ്ഞത്, നോർമൽ ഓപ്പറേഷനിൽ പറഞ്ഞത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് പോയി കൊളൈഡ് ചെയ്തു, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവരെന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്തെല്ലാം പോകുന്നു. അത് കാരണം അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ അങ്ങനെ സ്കാറ്ററിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഇലക്ട്രോൺസ് ഹൈ എനർജിയിൽ വരുന്നു, അട്രാക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ചാർജ് റീജിയൻ ഉണ്ടായി, മറ്റവനെ അട്രാക്ട് ചെയ്യുന്നു. കണ്ടോ, അതായത് ഫീൽഡ് ഇങ്ങനെ കുറയുന്നു, ഇങ്ങനെ നെഗറ്റീവ് അയോൺസ് ഇങ്ങോട്ട് വരുന്നു, മറ്റവൻ അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവൻ അപ്പുറത്തോട്ട് ചാടുന്നു, ഇവൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ എന്തായി, ഒരു പെയർ ഫോം ചെയ്തു. ഈ കൂപ്പർ പെയേഴ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ ട്രാവൽ ചെയ്യും. അതായത് ഇനി അടുത്ത് പുറകിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എന്ത് ഇതേപോലെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു, ഇത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കൂപ്പർ പെയേഴ്സ് ഇങ്ങനെ പോകുന്നു. ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുന്നത്, ഇത് നോർമൽ വർക്കിംഗ് പോലെയാണോ, എന്തെങ്കിലും ആറ്റംസ് പോയി സ്കാറ്ററിംഗോ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ, ഇല്ല. സ്കാറ്ററിംഗ് ഇല്ല, ആറ്റത്തിൽ പോയി കൊളൈഡ് ചെയ്യുന്നില്ല, പിന്നെ അതുപോലെ സ്കാറ്റർ ചെയ്ത് അതിൻ്റെ എനർജി നഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ വലിച്ചു വിടുന്നു, അങ്ങ് സ്പീഡിൽ പോകുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസോ അങ്ങനെ ഒന്നുമില്ല. കണ്ടോ, അപ്പോൾ ഇപ്പോൾ മെറ്റീരിയൽ എന്ത് ബിഹേവ് ചെയ്യും, മെറ്റീരിയൽ ബിഹേവ്സ് ലൈക്ക് എ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. ഇതാണ് BCS തിയറി പറയുന്നത്. അപ്പോൾ BCS തിയറി പറയുന്നത് എന്താണ്, BCS തിയറി ഡിഫൈൻസ് ഹൗ എ മെറ്റീരിയൽ ഷോസ് എ സൂപ്പർ കണ്ടക്ടിങ് ബിഹേവിയർ. ഓക്കെ, എന്താണ് സൂപ്പർ കണ്ടക്ടിങ് ബിഹേവിയർ? ആക്ച്വലി BCS തിയറി പറഞ്ഞ എന്താണ്, ഫോർമേഷൻ ഓഫ് കൂപ്പർ പെയർ എങ്ങനെ ഫോം ചെയ്തു എന്ന് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞ BCS തിയറി പറഞ്ഞത്. കണ്ടോ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം, എന്താണ് BCS തിയറി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ എന്തായാലും നിങ്ങൾ വരയ്ക്കണം, BCS തിയറി ചോദിക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം. എന്താണ് BCS തിയറി പറയുന്നത്? നമുക്കൊരു മെറ്റീരിയൽ എടുക്കാം. ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, ഓരോ ലാറ്റിസ് പോയിന്റ്സിലും എന്തായിരിക്കും ആറ്റംസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, കൺസിഡർ എ മെറ്റീരിയൽ ഇൻ വിച്ച് ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ലാറ്റിസ് പോയിന്റ്സ്. ഓക്കെ, ലാറ്റിസ് പോയിന്റ്സ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഈ ആറ്റംസ് എന്ത് ചെയ്യുന്നു, അവർ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ആറ്റത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയാൽ ഈ ആറ്റംസ് എന്തായിട്ട് മാറും, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റ്. വെൻ ഇലക്ട്രോൺസ്, ഏത് ഇലക്ട്രോൺസ് ആണ്, വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ആറ്റംസ് then atoms become എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് എന്താണ്, അയോൺസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് ആയി. ഇനി നമുക്ക് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇലക്ട്രോൺസ്, ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺസ് നമ്മുടെ മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി, ആ പോസിറ്റീവ് ചാർജ്ഡ് അയോൺസിനെ അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോൺസ്
and free electrons travel through, അല്ലെങ്കിൽ free electrons moves in the lattice എന്താ ചെയ്യുന്നത്, and attract nearest ഏതാണ്, positively charged ions. Okay, and this create a disturbance in എവിടെയാണ്, lattice structure and create എന്താണ്, a positively charged region. Okay, ഡൗട്ട് ഉണ്ടോ? ഇല്ല. and other electron attracted by this charge, this positively charged region. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിഗർ വരയ്ക്കുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറയുന്നത്, അതായത് ഈ രണ്ട് ഇലക്ട്രോൺസ്, ഓക്കെ, ഇഫ് ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ സോ അതായത് ഈ രണ്ട് ഇലക്ട്രോൺസും തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ് നാച്ചുറലി. ഇഫ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് പോസിറ്റീവ് റീജിയൻ ആൻഡ് ഇലക്ട്രോൺ എക്സീഡ്സ് ദാറ്റ് റിപ്പൾസീവ് ഫോഴ്സ്, എന്ത് സംഭവിക്കും, ഇവർ തമ്മിൽ ഒരു പെയർ ഫോം ചെയ്യും. ഓക്കെ, ഇഫ് റിപ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എന്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെയാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സെക്കൻഡ് ഇലക്ട്രോൺ മനസ്സിലാവാനായിട്ടാണ്, സെക്കൻഡ് ഇലക്ട്രോൺ ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ എക്സീഡ്സ് എന്താണ്, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ between two electrons. ഓക്കെ, അതായത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എഴുതിയ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അത് മാറ്റിയിട്ട് നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി. എന്താണ്, ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയനും ഈ ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് ഇവർ തമ്മിലുള്ള റിപ്പൾഷൻ ഫോഴ്സിനെക്കാളും കൂടുതലായാൽ എന്ത് ഫോം ചെയ്യും, ഇൻ എഫക്റ്റ് എവൻ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും, അല്ലേ? അതായത് നിങ്ങൾ ആലോചിക്കേ, ഈ രണ്ട് സ്റ്റോൺ ആയിട്ട് ആലോചിച്ചു, രണ്ട് സ്റ്റോൺ ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വേറൊരു ഫോഴ്സ് ഉണ്ട്, ഇവനെ ഇങ്ങോട്ട് വലിച്ച് കൊണ്ടുവരാനുള്ള ഫോഴ്സ്. അതായത് ഇവർ തമ്മിൽ റിപ്പൾസ് ചെയ്യുന്ന ഫോഴ്സിനെക്കാളും കൂടുതൽ ഫോഴ്സ് മറ്റ് അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ചേർന്ന് വരും, ഇവരെന്ത് ഫോം ചെയ്യും, ഒരു പെയർ ഫോം ചെയ്യും. ഓക്കെ, എക്സീഡ്സ് then an electron pair forms. ഓക്കെ, ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ആൻഡ് ദിസ് പെയർ ഈസ് കോൾഡ് എന്താണ്, കൂപ്പർ പെയർ. ഓക്കെ, കൂപ്പർ പെയർ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ കൂപ്പർ പെയർ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്, ഈ കൂപ്പർ പെയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാറ്റിസിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, this Cooper pair moves through the lattice. Okay, that's how material shows superconducting behavior. That's how material shows എന്താണ്, സൂപ്പർ കണ്ടക്ടിങ് ബിഹേവിയർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫൈനലി എന്ത് ഡിഫൈൻ ചെയ്യാം, എന്താണ് BCS തിയറി പറയുന്നത്? BCS തിയറി ഡിഫൈൻസ് how a material shows superconductive behavior by എന്താണ്, forming Cooper pairs. ഓക്കെ,
ഡൗട്ട് ഉണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് BCS തിയറി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം വാട്ട് ഡു യു മീൻ ബൈ BCS തിയറി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അതായത് നമ്മൾ നോർമൽ മെറ്റീരിയൽ ആണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ആറ്റത്തിൽ പോയി ഇടിച്ച് അവരുടെ എനർജി നഷ്ടപ്പെട്ട് അവർ വളരെ കഷ്ടപ്പെട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് റെസിസ്റ്റൻസ് അവിടെ കൂടുതലാണ്. സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽ അങ്ങനെ റെസിസ്റ്റൻസിൻ്റെ ഒരു വിഷയമേ വരുന്നില്ല. കാരണം ഇതെല്ലാം അയോണൈസ്ഡ് സ്റ്റേറ്റിലാണ്. ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യുന്നു, പോകുന്നു, ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യുന്നു. അതായത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇതാ 2 ഇലക്ട്രോൺസ് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ BCS തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ BCS തിയറി അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് BCS തിയറി, ഇങ്ങനെ എന്ത് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ എഴുതുക. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഫിഗർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, കണ്ടോ. അപ്പോൾ ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഡിസ്റ്റർബൻസ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു പോസിറ്റീവ്ലി ചാർജ് റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 2 ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് ഇത് തമ്മിലൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ, അതായത് ഈ ഇലക്ട്രോൺസും ഈ പോസിറ്റീവ് ചാർജ് റീജിയനും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇവിടുത്തെ റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും കൂടുതലായാൽ ഇവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇതൊരു പെയറായിട്ട് ഫോം ചെയ്യും. ഇനി പിന്നെ അവർ ട്രാവൽ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ പെയറായിട്ടായിരിക്കും ട്രാവൽ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ BCS തിയറി.